Hello everyone. Good evening. Assalamu alaikum. Namaskaram. ഞാൻ നിലോഫർ വൺ ഓഫ് ദി അഡ്മിൻസ് ഓഫ് ടീം ലിങ്ക്ഡിൻ. അപ്പോൾ ഇന്നത്തെ പാനൽ ഡിസ്കഷൻ ഞാനായിരിക്കും മോഡറേറ്റ് ചെയ്യുന്നത്. വെൽക്കം വൺസ് അഗൈൻ Ramshi, Shiju and Ashwati. So this is not a webinar, this is a meeting. So I would appreciate it if all of you mute yourself. Q&A session ഉണ്ടായിരിക്കുന്നതാണ്. You can also use the chat window if you have questions. Towards the end, we will take questions. Okay. But you can either leave them in the chat window as in when it comes up, or you can ask towards the end. ഇപ്പോൾ ദയവേത് എല്ലാവരും മ്യൂട്ട് ചെയ്താൽ സഹായമായിരിക്കും. ഓൾസോ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഓഫാക്കി വെക്കുമ്പോൾ ഒരു രസമില്ല കേട്ടോ, ഭയങ്കര ബോറ്. പേരുകളും ഡി പിയും മാത്രമേ കാണുന്നുള്ളൂ. You can show your handsome and pretty faces. Okay. All right. So let's start with the ladies first. Ashwati, if you could give us an introduction in the, for people who don't know you, a quick intro would be nice. So good evening everyone. First of all, ഒരു താങ്ക്സ് പറയാണ് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിക്കും അർഷദിനും ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് ഒരു ഇൻട്രോ പറയാം. മൈ നെയിം ഈസ് അശ്വതി വിഷസ്. ഞാൻ പേഴ്സണൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഐ എം ഓൾസോ എ ഗോസ്റ്റ് റൈറ്റർ. ലിങ്ക്ഡിൻ സെഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലിങ്ക്ഡിനിലേക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് വന്നത്. ആൻഡ് അവിടുന്ന് പിന്നെ നീഷ് മാറി ലിങ്ക്ഡിൻ ആയി. പിന്നെ നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരെയും ഞാൻ അങ്ങനെ തന്നെയാണ് പരിചയപ്പെട്ടത്. ആൻഡ് യെസ്, അത്ര തന്നെ ഉള്ളൂ. ഒരുപാട് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. Thank you. Ramshi, your turn. Hi everyone. Good evening. നമ്മൾ മൂന്നാല് ഇൻട്രോ പറഞ്ഞ കുറച്ച് ഏകദേശം ഒരുപോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഗിവ് യു. എൻ്റെ പേര് റംഷിന മഹമ്മൂദ്. ഞാൻ കോണ്ടന്റ് റൈറ്റർ ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്ത് തുടങ്ങിയത്. ദെൻ ഐ started realizing the power of the platform. Then I became like consistent there, and ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ഒരു ചെറിയൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ. So I love talking to people. I love empowering them, like social media through contents through the can. So yeah, we'll get into the sessions and we'll get to know more. Thank you. Shiju. Hi, namaskaram all. എൻ്റെ പേര് ഷിജു. ഞാൻ ബേസിക്കലി ഫ്രോം കേരള ആണെങ്കിലും born and brought up outside Kerala. So exposure with multiple languages. 20 years corporate field experience ഉണ്ടായിരുന്നു. I started as a telecaller and finally ഞാൻ എൻ്റെ corporate experience end ചെയ്യുന്ന സമയത്ത് I was working as a head of learning and development in Cochin Info Park. നല്ലൊരു എക്സ്പോഷർ ആണ് കിട്ടിയിരിക്കുന്നത്. 20 years of experience with 4 different companies in multiple roles, right from എന്താ പറഞ്ഞാൽ നമ്മുടെ ബേസിക് റോളിൽ നിന്ന് മുതൽ ലീഡർഷിപ്പ് റോൾ വരെ എനിക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടി. ആൻഡ് ഓവർ ദ പീരീഡ് ലാസ്റ്റ് 2 years എനിക്കൊരു ലിങ്ക്ഡിനകത്തോട്ടൊരു ഗേറ്റ് വേ ഓപ്പൺ ആയി വന്നു. അങ്ങനെ ഗ്രാജുവലി കണ്ടന്റ് ക്രിയേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പം ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് എ നിഷ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ പോലെ തന്നെ ഞാനും സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു കണ്ടന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് സ്വന്തമായിട്ട് കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ്, ലൈക്ക് ആസ് റംഷിൻ ആൻഡ് അശ്വതി സെഡ്, ഞാനൊരു പേഴ്സണൽ ബ്രാൻഡിങ് സ്പെഷ്യലിസ്റ്റ് ആണ്. ആൻഡ് ഐ എം ഓൾസോ റണ്ണിങ് ആ പേഴ്സണൽ ബ്രാൻഡിങ് ഏജൻസി. ഗ്രോത്ത് കാറ്റലിസ്റ്റ് ആണ് അതിന്റെ പേര്. ആ പേര് ആരും കേട്ട് കാണത്തില്ലെങ്കിലും എൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും. അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ പവർ. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. താങ്ക് യു. Thank you. Shiju, I'll start with you. Personal branding ne kurichu onnum ariyatha oralku layman terms il how can you explain what it is? Oh, wonderful. Actually, ഞാൻ എല്ലാവരോടും കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻഡ് ഇഫ് പോസിബിൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ഷൂട്ട് ഔട്ട് യുവർ ആൻസേഴ്സ് ഇൻ ചാറ്റ്. ശരി അല്ലെങ്കിൽ തെറ്റ്, ഇന്നത്തെ വേണം അന്നത് വേണം, നത്തിങ്. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് മാത്രം നിങ്ങൾ ഷൂട്ട് ചെയ്യുക.
if you all have 10 lakh rupees in hand right now and you don't have any debts, ഒരു കടമില്ല ഒന്നുമില്ല, 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോൺ എടുക്കാം. ഏത് ഫോണാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? പെർഫെക്റ്റ്. അനൂപ് ഇട്ടേക്കുന്നത് ഐഫോണാണ്, ഷാനുവാസ് സാംസങ്, പിക്സൽ, ഗ്രേറ്റ്, ആൻഡ്രോയിഡ്, സാംസങ് ഐഫോൺ 16 Pro Max, വണ്ടർഫുൾ. ഈ പറഞ്ഞ ബ്രാൻഡുകൾ ഞങ്ങളാരും പറഞ്ഞു തന്നതല്ല, ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ വന്നത്. വൈ? ബിക്കോസ് ദിസ് വാസ് ദെയർ ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ ഒന്നെങ്കിൽ ഈ ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, മറ്റാൾക്കാർ പറഞ്ഞു തന്ന അറിവുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു റീകോളബിൾ ഫാക്ടർ. ബ്രാൻഡ് എന്ന് പറയുമ്പം എപ്പോഴും നമുക്ക് നമ്മുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ഈ പേര് വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പേര് ആൾക്കാരുടെ മനസ്സിൽ വരേണ്ടത്. അവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, രാഹുൽ മാമൻ എന്ന് പറയുമ്പം അല്ലെങ്കിൽ യൂസഫ് അലി എന്ന് പറയുമ്പം നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ലുലുവാണ്. ഞാൻ ലുലുവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, ഞാൻ യൂസഫ് അലിയെ കുറിച്ചല്ല. സെയിം വേ രാഹുൽ മാമനെ കുറിച്ച് പറയുമ്പോൾ ഫീലാണ് വരുന്നത്. വൈ? ദേ ഹാവ് ക്രിയേറ്റഡ് ദെയർ പേഴ്സണൽ ബ്രാൻഡ്. നാളെ ഇനി അവർ വേറൊരു ഫാക്ടറിലോട്ട് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ദേ ഡോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അതാണ് അവരുടെ പേഴ്സണൽ ബ്രാൻഡ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ പേഴ്സണൽ ബ്രാൻഡിന്റെ പവറാണ്. Okay, thank താങ്ക് you. യു നിഖിൽ. Thank you, Shiju. Ramshi, over to you. ഞാൻ പൊതുവെ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ദേ ഹാവ് ദിസ് ഫിയർ. ദേ അറ്റാച്ച് ലൈക്ക് ആ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്ന ഫ്രേസിന്റെ ആക്ച്വൽ ലിറ്ററൽ മീനിങ് അവരെടുത്തിട്ട് അവർ പറയും, അയ്യോ എന്നെ കൊണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഓൺലൈൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. I don't want to share private stuff online. So that is sort of a misconception that people tend to have about it. So what is your take on it? How would you tackle That's a that? wonderful question. Thank you. അത് ഞാൻ തന്നെ ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us വിൽ ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ അവർ മൈൻഡ്. ഇഫ് ഐ ഗോ പബ്ലിക്, ലൈക്ക് നമ്മളിപ്പോ പബ്ലിക് ഫിഗർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മളൊരു റൈറ്റ് കൊടുക്കുന്ന പോലെ അവർക്ക് എന്ത് പറയാ, പിന്നെ അതേ വിൽ ഡിസൈഡ് അവരിൽ, അങ്ങനത്തെ ഒരു സ്റ്റിഗ്മ നമുക്കുണ്ട്. ആക്ച്വലി ഇപ്പം നമ്മളിപ്പോ എല്ലാ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വി നോ തിങ്സ് ദാറ്റ് ദേ told us, they want us to know. Beyond that, I don't know Ashwati, I don't know Shiju, I don't know Nilofer, but we can choose to tell the story that the people needs to know, and we can draw that border. എവിടെ നിർത്തണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ആ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ദ ബൗണ്ടറി. ലൈക്ക് അതിനനുസരിച്ചിട്ട് എന്താണ് ഇപ്പം ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ, ഞാൻ ലുലു പോലത്തെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, ഞാൻ അതിലേക്കായിരിക്കും ഡ്രിവൺ. ഇനി അതല്ല, ഐ എം പെറ്റ് ലവർ, അതിലേക്കാണ് എനിക്ക് പോകേണ്ടത്. സോ ദെൻ ഐ വിൽ ലൈക്ക് ഹൈലൈറ്റ് മോർ ഓൺ ദോസ് ഏരിയാസ്. സോ എങ്ങോട്ടാണോ നമ്മളെ ജേർണി, അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ബ്രാൻഡും ഡിസൈൻ ചെയ്ത്. എക്സാക്ട്ലി ദ വേ ഹൗ യു വുഡ് ട്രീറ്റ് എനി അതർ ബ്രാൻഡ്, ലൈക്ക് എനി അതർ ക്ലയന്റ്. ഇപ്പൊ ഒരു സോപ്പിന്റെ ബ്രാൻഡ് ആയാലും, ഒരു ഡിഷ് വാഷ് ആയാലും, ഒരു ചോക്ലേറ്റ് ആയാലും, വാട്ട് ഈസ് ദ സ്റ്റോറി യു വാണ്ട് ടു ബിൽഡ് is based on the result you want to get. I'm not like going very technical, it's very basic. Like നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാ, കൺവേ ചെയ്യേണ്ട മെസ്സേജ് കൺവേ ചെയ്യാ, then you will get the result you will get. So that's my point. Shiju or Ashwati, would you like to add something to this? അത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ക്ലയൻസിനോട് പറയുന്നതും എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഒരു ലൈൻ ഉണ്ട് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് കാണിക്കാനും നമ്മൾ എന്ത് കാണിക്കണം എന്നുള്ളത് തീരുമാനിക്കാനും. ആ ലൈൻ അത് എവിടെ വരയ്ക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. നമ്മൾ ഗോൾ അനുസരിച്ച് പോയാൽ മതി. ആൻഡ് ചിലർക്ക് പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് താല്പര്യം ഉണ്ടാവും. ഇറ്റ്സ് ഓൾ എ ചോയ്സ്. അപ്പോൾ അത് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, നമ്മുടെ ഗോൾസ് അനുസരിച്ച്, നമ്മുടെ ബിസിനസ് ഗോൾസ് അനുസരിച്ച് നമ്മൾ ആസ് എ പേഴ്സൺ ബ്രാൻഡ് ചെയ്യുന്നതാണ്. സോ അതിനകത്ത് പ്രൈവറ്റ് ലൈഫ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. Thank you.
അപ്പൊ ഇവിടെ ഓഡിയൻസിലുള്ളവരോടുള്ള ചോദ്യം, how many of you have started building your personal brand on any platform? Doesn't matter, LinkedIn, YouTube, Instagram. Can you like put a thumbs up in the chat window? ആരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? പിന്നെ thumbs down if you haven't started yet. Okay. Okay, most of them seem to have started at least. Okay, good. അശ്വതി, ഇപ്പൊ ഇതില് സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, തംസ് ഡൗൺ തന്ന ആൾക്കാർ, ഇവർക്ക് വേണ്ടി എനി ഹെൽപ്ഫുൾ ടിപ്സ് ഓർ സ്ട്രാറ്റജീസ് ജസ്റ്റ് ടു ഗെറ്റ് ദെം ഓൺ ദ പ്ലാറ്റ്ഫോം? യാ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നോക്കുക. എന്തിനാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? നിങ്ങളുടെ വൈ, ദ റീസൺ, അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ മറ്റൊരാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കരുത്. അവർ ചെയ്തത് എന്തെങ്കിലും അവരുടെ ഒരു റീസൺ ഉണ്ടാവും. അവരുടെ ഗോള് ചിലപ്പം അവരൊരു ഫ്രീലാൻസർ ആയിരിക്കാം, അവർക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടാനായിരിക്കാം. വേറൊരാൾ ചിലപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കാം. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. ഓരോ കാര്യത്തിനും ഓരോ ഗോൾസിനും യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. സോ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യാണ്ട് നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന് ഇരുന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്തൊക്കെയാണ് ഗോൾസ് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവർക്കും ലിങ്ക്ഡിൻ പറ്റില്ല, എല്ലാവർക്കും ലിങ്ക്ഡിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ലിങ്ക്ഡിനിൽ ഓഡിയൻസ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ചിലപ്പോൾ അവരുടെ ഓഡിയൻസ് ഉണ്ടാവുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. അപ്പോൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഓരോ പ്ലാറ്റ്ഫോം അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഓരോ പ്ലാറ്റ്ഫോംസിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക, എൻഗേജ്മെന്റ് ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക. നെറ്റ്വർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നെറ്റ്വർക്ക്. സോ നെറ്റ്വർക്ക് ചെയ്യുക നന്നായിട്ട്. സ്റ്റാർട്ട് സ്മോൾ, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ ഭയങ്കര വലിയ ഗോൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ വലിയൊരു നമ്മൾ ഇത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് വെക്കാതെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും യു വിൽ സീ ദ പ്രോഗ്രസ്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവും. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ തനിയെ ഫിഗർ ഔട്ട് ചെയ്യും. ചിലപ്പോൾ ആദ്യം നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ലിങ്ക്ഡിൻ, കാരണം ലിങ്ക്ഡിൻ്റെ ഇന്റർഫേസ് കുറച്ച് ഡിഫിക്കൾട്ട് ആണ് ബാക്കി പ്ലാറ്റ്ഫോംസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആദ്യം കുറച്ച് ഓവർവെൽമിങ് ആയിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ സ്റ്റാർട്ട് സ്മോൾ, അത്ര തന്നെ പറയാനുള്ളൂ. ആൻഡ് സ്റ്റാർട്ട് വിത്ത് സ്റ്റോറീസ്. നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ജേർണി അത് കാണിക്കുക. ഇറ്റ് വർക്ക്സ് വെൽ. സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും. Before that, those of you who said you have already started personal branding, question to audience. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ ലിങ്ക്ഡിൻ ആണോ, ഇൻസ്റ്റഗ്രാം ആണോ, യൂട്യൂബ് ആണോ, അല്ല ഓംനി ചാനൽ ആണോ, എല്ലായിടത്തും ഉണ്ടോ, ഓഫ്ലൈൻ ആണോ, ഓൺലൈൻ ആണോ? It would be nice to hear. Cool. ഷിജു, my next question is to you. ഇപ്പൊ അശ്വതി പറഞ്ഞല്ലോ, പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ you need to have a why, a goal. So my question to you is two-part. One, if you don't mind, can you share your why with us? And two, how personal branding helped you reach that why? Sure. First thing, Ashwati പറഞ്ഞ നിർത്തിയെടുത്ത് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. And as Nilofer has said that people who haven't started, എൻ്റെ ഒരു ഇൻസൈറ്റ്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ everybody has their own brand. The one thing which we own in our life and which we don't use but others use is our name. That means everybody is recognized by the name. അതാണ് ബ്രാൻഡ്. അതിനകത്ത് പേഴ്സണൽ സ്റ്റോറീസ്, നമ്മുടെ പേഴ്സണൽ സ്ട്രഗിൾസ് ആവാം, അല്ലെങ്കിൽ സക്സസ് ആവാം, സ്റ്റോറീസ് ആവാം. ബിക്കോസ് അതേ സ്റ്റേജിൽ കൂടി ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പോയ ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കും പല ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദി എക്സ്പീരിയൻസ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഷെയർ, പ്രോബബ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദം ടു ഓവർകം ദാറ്റ് വിത്തൗട്ട് ഫേസിങ് ദ സെയിം സ്ട്രഗിൾ വാട്ട് ഐ ഹാഡ് ഫേസ്ഡ്. അവിടെ ഒത്തന്റിക്കലി നമ്മൾ നമ്മുടെ സ്റ്റോറി പുട്ട് ഓൺ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്രാൻഡ്. അതുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഒത്തന്റിസിറ്റി ആണ്.
അതിനകത്ത് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ആൻഡ് ഫോർ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഇൻ ദ കേസ് ഞാൻ പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് നോട്ട് അവെയർ ദാറ്റ് ഐ വാസ് ഡൂയിങ് എ പേഴ്സണൽ ബ്രാൻഡ്. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ സിൻസ് ഐ വാസ് ഇൻ ടു ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ആ ഒരു കമ്പനിയുടെ ഒരു റൂൾസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി ലേണിംഗിന്റെ ട്രെയിനിങ്ങും ഡിവിഷൻസും ബാക്കിയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് എ ഫാക്ടർ ദാറ്റ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്ക് 100 മില്യൺ ഇന്ത്യൻ യൂസേഴ്സ് ആണ് ലിങ്ക്ഡിനിൽ മാത്രം രജിസ്റ്റേർഡ്. ഞാൻ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൽ ആക്റ്റീവ് അല്ല, ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ലിങ്ക്ഡിൻ. 100 മില്യൺ യൂസേഴ്സ് രജിസ്റ്റേർഡ് ആണ്. 2013 ഞാൻ ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജോബ് സെർച്ച് പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രമായിരുന്നു. ഗ്രാജുവലി എനിക്ക് മനസ്സിലായി എനിക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ ആദ്യം എൻ്റെ കണ്ടന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഞാൻ എന്ത് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ലീൻ സിക്സ് സിഗ്മയെ കുറിച്ച് പറയായിരുന്നു, ഞാൻ ലീഡർഷിപ്പിനെ കുറിച്ച് പറയായിരുന്നു. പല കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് ഫൈനലി മനസ്സിലായത് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ എൻ്റെ പാഷൻ ഇസ് ടു മേക്ക് പീപ്പിൾ ഗ്രോ. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേർ ഇസ് എ ഗ്യാപ്പ്. ലൈക്ക് നമ്മുടെ ബ്രാൻഡ് നമ്മളെ തന്നെ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോബഡി എൽസ് ഹു ഇസ് ഗോയിങ് ടു റെക്കഗ്നൈസ് അസ്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാതെ ആൾക്കാർ അറിയാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് പറയുന്നു ഞാൻ ഒരു 6 സിഗ്മ ബ്ലാക്ക് ബെൽറ്റ് ആണ്. Until unless I am going to talk about it, nobody is going to know it. Apart from my batchmates. എനിക്ക് 20 years എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു HR ഇന്റർവ്യൂവിൽ എടുക്കുമ്പോൾ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഐ ഹാവ് ടു ഷോ ദാറ്റ് എക്സ്പീരിയൻസ്. നാളെ ഇപ്പം അശ്വതിയോടോ റംഷിനെയോ ഞങ്ങൾ 3 പേരും ഒരു ഇന്റർവ്യൂവിന് പോകാന്ന് വെച്ചു. ഞങ്ങൾ 3 പേരോട് ചോദിക്കാൻ പോകുന്ന സെയിം ചോദ്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ 2+2, അശ്വതിയുടെ ആൻസറും 4 ആണ്, റംഷിയുടെ ആൻസറും 4 ആണ്, എൻ്റെ ആൻസറും 4 ആണ്. But why would an HR select me? That is where നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ബ്രാൻഡ് അഡ്വക്കസി, ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എംപ്ലോയി ബ്രാൻഡ് അഡ്വക്കസി, ഇതൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് ഇത് തന്നെയായിരുന്നു എൻ്റെ വൈ. കാരണം ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരുന്നു. ഇതിനകത്ത് ഒരു ചെറിയൊരു സെൽഫിഷ് ഫാക്ടറും കൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെ ഗ്രാജുവലി ചെയ്ത് തുടങ്ങിയപ്പം വൺ ഡേ വെൻ ഐ വെന്റ് ഫോർ എ ലിങ്ക്ഡിൻ മീറ്റ്, ലിങ്ക്ഡിൻ്റെ തന്നെ ടീം ഓർഗനൈസ് ചെയ്ത കേരളത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് കാര്യമായിരുന്നു, സെഷൻ ആയിരുന്നു. സോ വെൻ ഐ വെന്റ്, പീപ്പിൾ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ് മീ, സീയിങ് ദാറ്റ് ഓ ഇതാ പയ്യനല്ലേ എല്ലാ ദിവസവും നമ്മുടെ ഫീൽഡിൽ കണ്ടന്റ് വരുന്നുണ്ടല്ലോ. വെൻ മൈ കമ്പനി ഒഫീഷ്യൽസ് ട്രൈ ടു ഇൻട്രൊഡ്യൂസ് മീ, ദേ വർ ഏബിൾ ടു റെക്കഗ്നൈസ് മീ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓക്കെ കം ഓൺ, പീപ്പിൾ ആർ സ്റ്റാർട്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ, നോ മീ, എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. ദാറ്റ്സ് വേർ വെൻ ഐ ഡീപ് ഡൈവ് ടു നോ മോർ അബൌട്ട് പേഴ്സണൽ ബ്രാൻഡിങ്. ഇന്ന് അത് ഞങ്ങളുടെ സ്വന്തം ബ്രെഡ് ആൻഡ് ബട്ടറായി മാറിയിരിക്കുവാണ്. ആൻഡ് വി ആർ ഓൾസോ ട്രൈങ് ടു ക്രിയേറ്റ് ദ സെയിം അവയർനെസ്. കാരണം ബാക്കിയുള്ളവർക്ക് ഇനി മുന്നോട്ട് ആണെങ്കിലും കരിയറിലാണെങ്കിലും അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് അവരുടെ പേഴ്സണൽ ബ്രാൻഡ് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഐ റിയലി ലൈക്ക് ദി എക്സാമ്പിൾ ദറ്റ് യു യൂസ്ഡ് ഓഫ് ഇന്റർവ്യൂ ആൻഡ് 2+2. I thought you were going to say I'm going to say 2+2 is 5. But you said 2+2 is 4. Thank you. That was a really good answer. എന്തായിരുന്നു ഞാൻ അടുത്തത് ചോദിക്കാൻ വിചാരിച്ചത്? രാംഷി, ഓവർ ടു യു. പേഴ്സണൽ ബ്രാൻഡിങ് പൊതുവേ ചെയ്തു തുടങ്ങുമ്പോൾ ആൾക്കാർ ലൈക്ക് the mistakes that you have noticed people making or you yourself have made or learned from those mistakes? ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഭയങ്കര ഫിയർ ഉണ്ടാവും നമുക്ക്. ലൈക്ക് ഇപ്പൊ ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂലേ, എന്തെങ്കിലും പറയൂലേ, എന്തെങ്കിലും കമന്റ് വന്നു കഴിഞ്ഞാൽ ഹൗ ഡു ഐ റെസ്പോണ്ട്, ഇസ് ഇറ്റ് റൈറ്റ് തിങ് ദാറ്റ് ഐ ആം പോസ്റ്റിംഗ്, ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. So once you start posting on LinkedIn especially, you will realize that you might get 2 or 3 likes. That might be your colleagues or your friends. അത് നമ്മുടെ immediate connection ഉണ്ട്. And after 5 or 6 posts, when this continues, you'll understand that people actually don't care. So അതൊരു mistake ആണ്. Like people would care എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് നിൽക്കുന്നത്. And then what happens is, ആദ്യം നമ്മൾ ഷിജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി കണക്ഷനിലാണ് നമ്മൾ എത്തുള്ളൂ. He always uses very technical terms. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി കണക്ഷൻസ് might not care what you're doing. I don't know what this person is doing. Suddenly he's a creator or something. That might be the reaction you get. അത് കഴിഞ്ഞിട്ട് when we get that second degree connection, that the
people who don't know you, or people interested in the same field as you, or share the same perspective. അവര് പിക്ചറിലേക്ക് വരുമ്പോഴാണ് യു ആക്ച്വലി ഫീൽ ദാറ്റ് റെസ്പോൺസ്. നമ്മൾ ചെയ്യുന്ന ആക്ഷന് ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. സംബഡി വുഡ് സേ ഐ അഗ്രി വിത്ത് ദിസ് പോയിന്റ് ഓർ ഡിസഗ്രി വിത്ത് ദിസ് പോയിന്റ്, അല്ലെങ്കിൽ ഓ നൈസ് വർക്ക്, കുഡ് യു ഹാവ് ട്രൈഡ് ഇറ്റ് ദിസ് വേ. ദേ വിൽ ആക്ച്വലി സ്റ്റാർട്ട് ടോക്കിംഗ് ടു യു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ദിസ് ഇസ് നോട്ട് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആൻഡ് അനദർ മിസ്റ്റേക്ക് ഈസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കല്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് ഐ എം നോട്ട് സെയിങ് ഐ ഓൾവേസ് ഫോളോ ത്രൂ ദ പ്ലാൻ. ദർ ആർ തിങ്സ് ഐ wanted to do this year which I couldn't because I was also waiting for the perfect things to fall into place. അതൊരിക്കലും നടക്കൂല. അപ്പം അശ്വതിയും പറഞ്ഞാൽ just start small, start with what you have, and people always love a hustler who doesn't give up. They don't seeking perfection. That's നമ്മൾ തന്നെ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കണം. പീപ്പിൾ ലവ് പീപ്പിൾ ഹു ആർ ജസ്റ്റ് ട്രൈയിങ്. പെർഫെക്ഷൻ ആർക്കും വേണ്ട. ഈവൻ വെൻ ഐ വാസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ജസ്റ്റ് ഒരു കാറിന്നാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തത്. അപ്പം I did get mockings from immediate circle, but the same people started saying, "You don't give up, do you?" ആ കാറിന് എത്ര പേര് പറഞ്ഞു ഒരേ ഡ്രസ് ഇട്ടിട്ട് ഒരേപോലത്തെ വീഡിയോ പബ്ലിഷ് ചെയ്യല്ലേ. ബട്ട് യു ജസ്റ്റ് ഗോ ഓൺ ഡൂയിങ്, സോ ദാറ്റ് ബിക്കേം സോർട്ട് ഓഫ് ലൈക്ക് നോർമൽ ഫോർ ദം. സോ യു ജസ്റ്റ് ഡു വാട്ട് യു ഡു. ലൈക്ക് ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ ഇത് മിസ്റ്റേക്ക് ആയിപ്പോ, ഡു മിസ്റ്റേക്സ്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് മിസ്റ്റേക്സ് ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലേണിംഗ് ഉണ്ടാവും. മിസ്റ്റേക്ക് ആയിപ്പോന്ന് വിചാരിച്ചിട്ട് നിന്ന് കഴിഞ്ഞാല് ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മളൊരു ലാസ്റ്റ് 6 months അനലൈസ് ചെയ്താൽ മതി. മിസ്റ്റേക്ക് ആയിപ്പോന്ന് വിചാരിച്ചിട്ട് വെച്ച കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഈവൻ ദ ബേബി സ്റ്റെപ്പ് ആയിട്ടുണ്ടല്ലോ. ഈവൻ ടേക്കിംഗ് സെഷൻസ് ഓർ ഗോയിങ് ഫോർ പോഡ്കാസ്റ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഓവർവെൽംസ് മീ. But then I was like, I have to do it. I have to start at some point to get comfortable with that. So yeah, I hope that answers the question. Yes, it does. Thank you, Ramshi. Very valid points. Any question to the audience? നിങ്ങൾ ഇതുവരെ ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ദിസ് ഇസ് എ സേഫ് സ്പേസ്. You can openly tell us what is stopping you from posting content. Okay, Ashwati, this is to you. If let's say, see, since we are all in the marketing field, digital marketing or personal branding, we know what we can get through personal branding, right? പക്ഷെ ഇതുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും ആളെടുത്ത് പോയിട്ട് യു ക്യാൻ achieve so and so things through personal branding എന്ന് പറയുമ്പോൾ what would be those so and so things? Can you give some examples? ഓക്കെ. ഇപ്പോൾ ഒരു ബിസിനസ് ഓണറാണ്, ഒരു ഫൗണ്ടറാണ്, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഏതൊരു ഇൻസ്റ്റഗ്രാം ഓർ ലിങ്ക്ഡിൻ, അവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് B2B പ്ലാറ്റ്ഫോമാണ്. അവർക്ക് വേണ്ട കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ലിങ്ക്ഡിനിലാണുള്ളത്. ആൻഡ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലെ കാട്ടിയിട്ടും ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ലിങ്ക്ഡിനിലുള്ളത്. ലിങ്ക്ഡിനിൽ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യാനല്ല വരുന്നത്, അവർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ലൈക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ കൂടുതൽ കണക്ട് ചെയ്യാനും കൂടുതൽ അവരോട് DMസിൽ സംസാരിച്ച് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും ഈവൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വരെ ഏറ്റവും എളുപ്പമുള്ളത് ലിങ്ക്ഡിനിലാണ്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ആണ്. ആൻഡ് ലിങ്ക്ഡിനിൽ ജനറലി അങ്ങനെയാണ്, B2B പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. സോ അത് ഒരു മെയിൻ ഫാക്ടറാണ്. അൾട്ടിമേറ്റ്ലി പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ബിസിനസ് ഓണേഴ്സിന് എന്തായാലും അവർക്ക് ലീഡ്സ് വേണം, അല്ലെങ്കിൽ അവർക്ക് സെയിൽസ് വേണം, റവന്യൂ വേണം. അത് തന്നെയാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. സോ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി, ഇതൊരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നാളെ കിട്ടുന്നതല്ല. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോങ് ടേമിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ആൾക്കാർ കൂടുതലും ഇപ്പൊ നേരത്തെ ഷിജു പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ഫോണിന്റെ കാര്യം ചോദിച്ച പോലെ തന്നെ, ഓഡിയൻസിന് അറിയാം
അത് അവരുടെ അടുത്ത് അത്രയും അത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. ഈ ഇമ്പാക്റ്റ് ഒരു പേഴ്സണിലൂടെ, ഒരാളിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഈ പേഴ്സണൽ ബ്രാൻഡിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇത് കൂടിക്കൂടിയേ വരുള്ളൂ, എക്സ്പെണൻഷ്യലി ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. സോ എപ്പോഴാണേലും അവർക്കിത് യൂസ്ഫുൾ തന്നെയാണ്. ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനാണെങ്കിൽ ഇവരുടെ ബിസിനസ്സിന് വേണ്ടി, ആൻഡ് ഫ്രീലാൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഇവന്റിൽ കൂടുതലുള്ളവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലയൻസിനെ കിട്ടുന്നുണ്ട്, കൂടുതൽ ക്ലയൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ലീഡ്സ് കിട്ടും, ഇൻബൗണ്ട് ആണെങ്കിലും കിട്ടും, അതുപോലെ തന്നെ ഔട്ട്റീച്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ലിങ്ക്ഡിനിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈവൻ ഞാൻ ഔട്ട്റീച്ച് ചെയ്യുന്ന സമയത്ത് ഈവൻ എൻ്റെ സർവീസ് ആവശ്യമില്ലെങ്കിൽ പോലും എനിക്ക് റെസ്പോൺസ് കിട്ടാറുണ്ട്. ഓക്കെ, വേണ്ട എന്നുള്ള റെസ്പോൺസ് കിട്ടാറുണ്ട്. ചിലപ്പോൾ ആ കണക്ഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നീട് അവർ വന്നിട്ടുമുണ്ട്. സോ അത് ഒരു ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉള്ളതുകൊണ്ടാണ്. ഇതിനു മുന്നേ ഞാൻ പേഴ്സണൽ ബ്രാൻഡ് ഇല്ലാതിരുന്ന സമയത്ത് ഔട്ട്റീച്ച് ചെയ്യുമ്പോൾ ഗോസ്റ്റഡ് ആയിട്ടുണ്ട്, ഇപ്പോഴും ഗോസ്റ്റഡ് ആവാറുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ റെസ്പോൺസ് റേറ്റ് വളരെ കൂടുതലാണ്. അത് ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഇവന്റിൽ ഇരുന്ന് സംസാരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഐ ഡിസൈഡഡ് ടു പുട്ട് ഔട്ട് മൈ സെൽഫ് ദർ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ അർഷദ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതായത് ഇപ്പൊ 2 എക്സ്പേർട്സിന്റെ കൂടെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ഇതൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. സോ ഇതെനിക്ക് പറ്റിയത് ഞാനൊരൊറ്റ ഡിസിഷൻ എടുത്തതുകൊണ്ടാണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. സോ എന്നെ പോലെയുള്ള ഫ്രീലാൻസേഴ്സിന് ഇതാണ് ഗുണം, ഇതാണ് ബെനിഫിറ്റ്. എങ്ങനെ പോയാലും നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും കംപ്ലീറ്റ്ലി വേർത്താണ്. നമ്മളിടുന്ന എത്ര ഹാർഡ് വർക്ക് നമ്മൾ ഇടുന്നോ എല്ലാം, എവറി മൊമെന്റ് ദാറ്റ് വി സ്പെൻഡ് ഫോർ ദിസ് കംപ്ലീറ്റ്ലി വേർത്താണ്. Ashwati, can I ask a follow-up question? ഇപ്പോ Yeah. ഒരു ജോബ് സീക്കർ ആണെങ്കിൽ ഐ നോ ലിങ്ക്ഡിനെ കുറിച്ച് പറയുമ്പോൾ a lot of us think that LinkedIn is only for finding jobs. But since we are on the topic of personal branding and many of you are prolific users of LinkedIn, ഒരു ജോബ് സീക്കർ എന്ന നിലയിൽ how effective is LinkedIn or personal branding on LinkedIn in landing jobs? If not jobs, at least interviews. ഓക്കെ, അതിന് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ ജോബ് നോക്കുന്നുണ്ടായിരുന്നില്ല, ഫുൾ ടൈം ജോബ് ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല ലിങ്ക്ഡിനിൽ എഴുതി തുടങ്ങിയപ്പോൾ. ബട്ട് ഈവൻ ദോ ഇപ്പോഴും എനിക്ക് വീക്ക്ലി ഒരു 2 ജോബ് ഓഫേഴ്സ് എങ്കിലും എനിക്ക് വരാറുണ്ട്. അതും കേരളത്തിൽ നിന്നുള്ള ടോപ്പ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ സ്കിൽസ് ഞാൻ ഷോക്കേസ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നതുകൊണ്ടാണ്. സോ അതേപോലെ തന്നെ എല്ലാവർക്കും ഇഫ് യു ആർ എ ജോബ് സീക്കർ, നിങ്ങൾക്ക് എന്തായാലും സ്കിൽസ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഷോക്കേസ് ചെയ്യാം, ഇത് നിങ്ങൾ കാണിക്കുക, ലോകത്തോട് കാണിക്കുക നിങ്ങൾ ഈ കാര്യത്തിൽ എക്സ്പേർട്ട് ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു സ്കില്ലും ഇല്ല, ഫൈൻ, ഒരു കുഴപ്പമില്ല, ആരും സ്കിൽഡ് ആയിട്ടല്ല ജനിക്കുന്നത്. ബട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു ഓരോ ദിവസവും, എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസസ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു വെബിനാർ അറ്റൻഡ് ചെയ്തു, നാളെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇടാം, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു ഈ വെബിനാറിൽ. അപ്പോൾ ദാറ്റ് ഷോസ് നിങ്ങളുടെ ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ഒരു ലേണിംഗ് മോട്ടീവ്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഓരോ പീസ് ഓഫ് കോണ്ടന്റും നിങ്ങളുടെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഓഫ്കോഴ്സ് കൂടുതൽ വിസിബിലിറ്റി ആണ്. നമ്മൾ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യും തോറും, നമ്മൾ എൻഗേജ് ചെയ്യും തോറും, നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മളുടെ വിസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെർച്ചബിലിറ്റി കൂടുന്നുണ്ട്. സോ ഒരു റിക്രൂട്ടർ ഇപ്പോൾ സെർച്ച് ചെയ്യാണ്, അപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്കിങ്ങിൽ വരും. നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അഗെയിൻ വെൽ ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ they'll get impressed. കോണ്ടന്റും കൂടെ വായിക്കുമ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇപ്പം ഇത് ഞാൻ പേഴ്സണലി ചെയ്ത ഒരു മെത്തേഡാണ്. ഞാൻ ഒരിക്കലും ജോബിന് വേണ്ടിയിട്ടല്ല ഞാൻ ലിങ്ക്ഡിനിൽ എഴുതി തുടങ്ങിയത്. ഞാൻ ഫ്രീലാൻസ് ഗിഗ്സിന് വേണ്ടി തന്നെയാണ് എഴുതി തുടങ്ങിയത്. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനാണ്, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ്. ബട്ട് അതിൻ്റെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ എനിക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ജോബ് നോക്കുന്ന ഒരാൾ അതിന് വേണ്ടി എഫേർട്ട് ഇട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്രമാത്രം ഉണ്ടാവും, അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും എന്തായാലും. Thank you. അതിന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ കൂടി, because I'm sure a lot of people have this in their mind. Do you think ഈ job seeking അല്ലെങ്കിൽ finding jobs through LinkedIn, through personal branding works only for digital marketers, or
other niches and industries as well? കോഴ്സ് നോട്ട് ഓൺലി ഫോർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, ഏത് നീഷിലാണെങ്കിലും വർക്ക് ചെയ്യും. ഇപ്പോൾ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മേ ബി ആർക്കെങ്കിലും അങ്ങനെ ഡൗട്ട് വന്നത് മേ ബി ബിക്കോസ് കൂടുതലും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോണ്ടന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ഒരു നല്ല ഹ്യൂജ് പ്രപ്പോർഷൻ ഓഫ് യൂസേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡൗട്ട്സ് വന്നത്. ബട്ട് അങ്ങനെയില്ല, ഏത് നീഷിലാണെങ്കിലും, ബിക്കോസ് നമുക്ക് ഏത് നീഷിലുള്ള ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോകാം. നമുക്കിപ്പോൾ മാർക്കറ്റിംഗ് ഫീൽഡിൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. എല്ലാ ടാർഗറ്റിംഗ് ഉള്ള എല്ലാ സംവിധാനങ്ങളും ലിങ്ക്ഡിനിലുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഏത് നീഷിലാണെങ്കിലും കുഴപ്പമില്ല. Okay, thank you. I'll give you a kutti break. ഷിജു, സോ ഷിജു, ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവുകയാണോ ഞങ്ങൾ എന്നുള്ള ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട് in people's mind, right? Because influencers are also sort of building their personal brand, but with a different objective, let's say. But personal brand building oru, we are also posting content and showing up ourselves, right? Apo, what is your take on it? Similarities aano kodal differences aano? If differences, how do you differentiate between both? ഈ ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ ഉത്തരം തരാം, ബട്ട് ഐ വിൽ കണക്ട് വിത്ത് ദ സെയിം ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആർ ആസ്ക്ഡ് ടു അശ്വതി. ഫസ്റ്റ് ഓഫ് ഓൾ, ജോബ് സീക്കേഴ്സിന്റെ കേസിൽ, കാരണം നമ്മൾ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പം മോസ്റ്റ് ഓഫ് അസ്, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള സ്പെഷ്യലിസ്റ്റ്, ഞങ്ങൾ പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിംഗ് സ്പെഷ്യലിസ്റ്റ് ഫോർ ഫൗണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെയാണെന്ന് ഞങ്ങൾ എടുത്തു പറയാം. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ബ്രേക്ക് ദ മിത്ത്. പേഴ്സണൽ ബ്രാൻഡിംഗ് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ഫൗണ്ടേഴ്സ്. ജോബ് സീക്കേഴ്സിനും കൂടി അത് പേഴ്സണൽ ബ്രാൻഡ് ഹെൽപ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് ആണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് അവിടെ ബിൽഡ് ചെയ്തില്ലെങ്കിൽ ദി അതർ റിക്രൂട്ടർ ഇസ് നോട്ട് ഗോയിങ് ടു ഹയർ മീ. ബിക്കോസ് മുമ്പേ ഞാൻ പറഞ്ഞില്ല, അക്കാഡമിക്കലി എല്ലാവരും സെയിം ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. അക്കാഡമിക് നോളജ് ഇസ് സെയിം ഫോർ എവ്രി വൺ. ദ എക്സ്പീരിയൻസ്, എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് വെർബലി പറയാം, ബട്ട് ഹൗ വുഡ് ദേ നോ മൈ എക്സ്പീരിയൻസ് ജസ്റ്റ് ബൈ ലുക്കിംഗ് ഇൻ ടു മൈ റെസ്യൂമേ? ഇപ്പോഴത്തെ റെസ്യൂമെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ സി കൺട്രോൾ വി ആണ്. അതായത് അപ്പുറത്ത് ഹിന്ദി പറയുന്നു, ഇപ്പുറത്ത് ഹിന്ദി പറയുന്നു, ചോദിക്കുമ്പോൾ ഹിന്ദി അറിയത്തില്ല, ഫ്രണ്ടിന്റെ കോപ്പി ചെയ്തെന്ന് പറയുന്നു. ബട്ട് എ പേഴ്സണൽ ബ്രാൻഡ് ഇസ് ലൈക്ക്, ഞാൻ എൻ്റെ എക്സ്പെർട്ടീസിനകത്ത് എനിക്ക് എന്ത് നോളജ് ഉണ്ട്, അത് ഞാൻ എങ്ങനെ ഷെയർ ചെയ്യുന്നു. ദീസ് ആർ ദ കീ സ്കിൽസ് ദാറ്റ് എ റിക്രൂട്ടർ ഈസ് ഗോയിങ് ടു ലുക്ക് ഇൻ ടു. ഇവിടെ ഇരിക്കുന്ന 153 പാർട്ടിസിപ്പൻസിനകത്ത് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 100 ആൾക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല ദാറ്റ് നിങ്ങളുടെ റെസ്യൂം ഇല്ലാതെ നമുക്ക് നിങ്ങളുടെ റെസ്യൂം എടുക്കാൻ പറ്റും. നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനകത്ത് പോയിട്ട് റിസോഴ്സസിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇറ്റ് ആക്ട്സ് ആസ് എ ATS റെലവെന്റ് CV. അതിനകത്ത് വരുമ്പം നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹൗ എ റിക്രൂട്ടർ ഈസ് ഗോയിങ് ടു സെർച്ച് us? അപ്പം പേഴ്സണൽ ബ്രാൻഡിംഗ് ഈസ് നോട്ട് ലിമിറ്റഡ് ഓൺലി ഫോർ ഫൗണ്ടേഴ്സ്, ഇറ്റ് ഈസ് ഓൾസോ ഫോർ എവറി ഇൻഡിവിജ്വൽ. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ നാളെ വേറൊരു കമ്പനി, സേ ഇമാജിൻ ഞാൻ നിങ്ങളുടെ ഒരു HR ആണ്, നിങ്ങൾ നാളെ എൻ്റെ കമ്പനിയിലോട്ട് വരാൻ പോകും. ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് പഴയ കമ്പനിയിൽ എന്ത് എക്സ്പീരിയൻസ് ആണ്. ഹൗ വുഡ് ഐ നോ? കാരണം അതിനകത്ത് ഇപ്പോഴും നിങ്ങൾ ഹെഡ്ലൈനിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യും? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവേണ്ടത് നിങ്ങളുടെ 2 years അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ്, എന്ത് പ്രൊജക്ട്സ് ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്, എന്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് ആ പ്രൊജക്ട്സിനകത്ത് കൊണ്ടുവരാൻ പറ്റും? വാട്ട് ഈസ് ദ നോളജ് ദാറ്റ് യു ഹാവ് ലേൺഡ്? സെക്കൻഡ് തിങ്, ബ്രാൻഡ് അഡ്വക്കസി എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ഓർഗനൈസേഷനിൽ ആ കമ്പനിയുടെ ബ്രാൻഡിങ്ങിന് എങ്ങനെ ഹെൽപ്പ് ചെയ്തായിരുന്നു? ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റിൽ ഇപ്പോഴും സ്റ്റിക്ക് ചെയ്യണം. 2+2 is 4 for everyone. ബട്ട് there are differences. ഞാനിപ്പോൾ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കും. How I have supported them in promoting their brand. HR-ന് ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഫസ്റ്റ് ചോയ്സ് ഐ വിൽ ബി ദ വൺ. അവിടെയാണ് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹെൽപ്പ് വരുന്നത്. Now, Nilufar, I just want to repeat back the same question that you have asked. കാരണം ഞാൻ മറ്റായിട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത് വിട്ടുപോയി. You want me to repeat the question? Yeah, that is influencer branding, non-influencer അതായത് branding. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും പേഴ്സണൽ ബ്രാൻഡിങ്ങും തമ്മിൽ സിമിലാരിറ്റീസ് ആണോ അല്ല ഡിഫറൻസസ് ആണോ കൂടുതൽ ഇൻ യുവർ ഒപ്പീനിയൻ?
and how we can differentiate. Like, ipo chilaru they want to start building their personal brand, but they're like, no, I don't want to become an influencer. Already rendu പേര് chatൽ പറഞ്ഞിട്ടുണ്ട്. Like, I don't want to become an influencer. So how do you differentiate between the two? Nobody becomes an influencer by choice. Exactly. Once Completely agree. a person builds a brand, അതിലൂടെ ഇപ്പൊ അശ്വതി ഇടുന്ന കണ്ടന്റ്സിലൂടെ ഇഫ് ഐ എം ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ഷീസ് ആൻ ഇൻഫ്ലുവൻസർ ഫോർ മീ. ഇപ്പൊ നിലോഫറിന്റെ സെഷൻസിലൂടെ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ദോ ഐ എം നോട്ട് അറ്റൻഡിങ് ദാറ്റ് സെഷൻ, ഡെഫിനറ്റ്ലി ആൻ ഇൻഫ്ലുവൻസർ ഫോർ മീ. റംഷിനയുടെ വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ കണ്ടന്റ്സിലൂടെ ഇഫ് എനിബഡി ഈസ് ഏബിൾ ടു ലേൺ. സെയിം വേ ദർ ആർ പീപ്പിൾ ഹു ആർ ഇൻ ടു ലാംഗ്വേജ് ട്രെയിനിങ്. പ്രോബ്ലി എല്ലാവരും IELTS ചെയ്യുന്നില്ല, പക്ഷേ when they start giving us tips and hacks, they're influencing us. So നമുക്ക് വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും we are influencing someone through right way or the wrong way. So building a personal brand is more important rather than focusing on like influencers എന്താ ചെയ്യാം. Influencers, end of the day, they are monetizing their personal brand. For a normal person, they are monetizing in the way through salary or other perks or freelance gig work. മറ്റേ ആൾക്കാർ കുറച്ചും കൂടി ബ്രാൻഡിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ നമ്മുടെ കാശ് നമ്മൾ നമ്മുടെ ടൈമും നമ്മുടെ വർക്കും ചെയ്തിട്ട് മേടിക്കുന്നു. That's the only difference that I feel. Okay, so since we are here, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇൻഫ്ലുവൻസേഴ്സ് ബ്രാൻഡുമായിട്ട് ടൈ അപ്പ് ചെയ്ത് സ്പോൺസർഷിപ്സ് ത്രൂ ഇൻകം. So let's say you or I am starting a personal brand. I'm not a founder and I'm not seeking a job. How else can I monetize my personal brand? If you're not seeking a job, if you're not a founder, ഇവിടെ പല ആൾക്കാരും പൈത്തൺ ചെയ്ത ആൾക്കാർ കാണും. They are working somewhere, but they can use the same skill sets to help small projects, which is an additional source of income. Apart, okay, multitasking ഞാൻ ചെയ്യാൻ പറയത്തില്ല, അല്ലെങ്കിൽ മൂൺലൈറ്റിംഗ് ഞാൻ ചെയ്യാൻ പറയത്തില്ല. കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ നമുക്ക് വേറെ പ്രോബബ്ലി ഒരാൾ ഇപ്പൊ പൈത്തൺ പഠിച്ച ആൾ പൈത്തണിൽ മാത്രമായിരിക്കില്ല എക്സ്പേർട്ട്. They would be expert in different other field. And if they are specializing in Python, why can't they do something else? For example, ഞാൻ ഇപ്പൊ കണ്ടന്റ് റൈറ്റിംഗിനകത്ത് മാത്രമല്ല, I have another segment. ഞാൻ വോയിസ് ഓവറും ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ക്ലയൻസിന് അത് കോൺഫ്ലിക്റ്റ് ആയിട്ട് വരത്തില്ല. ബിക്കോസ് അവർക്ക് ഞാനായിട്ടുള്ള കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടന്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ നിഷ്. വോയിസ് എന്റേതാ, ഐ എം യൂട്ടിലൈസിങ് മൈ സ്കിൽ. So if they know about my personal branding, saying that I have these many skills, that is a secondary source of income for me. But നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. So ultimately, I would say personal branding is not defined only for founders അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക്. It is defined, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ it is for everyone. Everybody have a personal brand. They have their values, they have their ethics, they have their morality. ഇതെല്ലാം അവരെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കേസാണ്. That's all. Thank you, Shiju. Okay, ഇനി ഷിജുക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. റംഷി, over to you. റംഷി നേരത്തെ മെൻഷൻ ചെയ്തല്ലോ ഒത്തന്റിസിറ്റി. Answering a question and in between you said something about authenticity. അപ്പോ പേഴ്സണൽ ബ്രാൻഡിംഗിൽ in my opinion authenticity ഇല്ലെങ്കിൽ it looks like someone is building personal brand just to make money. ആ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ. So in your perspective, what is authenticity? Does authenticity mean being vulnerable to the point that you share everything online? Where do you നേരത്തെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിരുന്നു, എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ. ഓക്കെ, സോ നമ്മളിത് കൺസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ലത് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുന്നതാണ്. സോ ദാറ്റ് യു ക്യാൻ ക്യാരി ഓൺ ഇറ്റ് ഫോർ ലോങ് ടേം, വിച്ച് ഇസ് ഒത്തന്റിസിറ്റി. സോ ഇഫ് ഞാൻ ഇപ്പം ഐ എം കമ്മിങ് ആൻഡ് ലുക്കിംഗ് വെരി പെർഫെക്റ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ലൈഫ് എല്ലാം ഭയങ്കര ഓക്കെ ആയിട്ട് കാണിച്ചാൽ ഐ വിൽ ബി സ്ട്രഗ്ലിംഗ് ടു മീറ്റ് ദാറ്റ് എക്സ്പെക്ടേഷൻ വിച്ച് ഐ മൈസെൽഫ് ഓൺലി ക്രിയേറ്റഡ്. But then the content mom എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ people can expect a kid interrupting me in the meetings and they won't mind because that's my brand. So അതാണ് authenticity create ചെയ്യുക. നിങ്ങൾ എന്താണ് എന്നുള്ളത് sort of blend ചെയ്യുക. And I want to add one point before I forget.
because we discussed about influencing and all. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ ഒന്നും ആയിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യുക. നിങ്ങൾ നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇഫ് സേ ഒരു എനിക്ക് എന്റെ എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ഇപ്പൊ ഒരു മദർ, ഇഫ് ഐ എം ബാലൻസിങ് വർക്ക്, ഹൗസ് ഹോൾഡ് ആൻഡ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർ ഡൂയിങ് എ ജോബ് ഓർ എനിത്തിങ്, there will be other people who will be restricting themselves because they are mother or they can't go out or anything. So I'm sort of showing them a way. No, you can do it like this. ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. If you start now, within 6 months you can do this step, this step. So by sharing my journey, I'm actually influencing. And there is one person, എന്നെ എന്റെ സ്റ്റാർട്ടിങ്ങിൽ കോണ്ടന്റ് ക്രിയേഷനിൽ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ. I saw him in this meeting. It's Alfan from Ross and Columns. By coincidence ആണ് ഞാൻ ആളെ മീറ്റ് ചെയ്യുന്നത്. വെൻ ഐ ഹാഡ് ഓൺലി ലൈക്ക് 10-15 വീഡിയോസ് പബ്ലിഷ്ഡ്. അതിൽ ഞാൻ ആദ്യം ഫേസ് ഒക്കെ കാണിച്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ലേസി ആയപ്പോൾ ജസ്റ്റ് വോയിസ് ഓവർ ഇട്ടിട്ടൊക്കെ ചെയ്യും. സോ അൽഫാൻ ഒരു പോഡ്കാസ്റ്റ് സെഷനിലാണ് ഞാൻ കാണുന്നത്. അപ്പൊ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണും കൊണ്ട് വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും ടിപ്സ് കിട്ടിയാലോ. ആൾക്കപ്പോൾ 200K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പോയിട്ട്, സർ ഇതെന്റെ പേജാണ്, ഞാൻ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. സോ ഹി വാസ് വെരി പൊളൈറ്റ്, ടുക്ക് മൈ ഫോൺ ആൻഡ് വാച്ച് ദ വീഡിയോസ് ആൻഡ് സെഡ് ബ്രിങ് ബാക്ക് യുവർ ഫേസ്. ഫേസ് കാണിക്കുന്ന വീഡിയോ എന്താ ഇപ്പൊ ഇടാത്തത്? ദാറ്റ് ഹാസ് ടു ബി ദെയർ. ബിക്കോസ് ആൾക്കാർ എന്താ ഓർമ്മിക്കുക? നമ്മളെയാണ് ഓർമ്മിക്കുക. അപ്പൊ നമ്മളെ ഫേസ് രജിസ്റ്റർ ആവണം. സോ I would say in every single video, if possible, you show your face എന്നുള്ളതായിരുന്നു അൽഫാനിന്റെ അടുത്ത് എനിക്ക് കിട്ടിയ അഡ്വൈസ്. ആഫ്റ്റർ ദാറ്റ് I kept on disturbing him with a lot of doubts content creation. He is still a good mentor of mine. ഇവിടെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. So that is how people would influence. He influenced someone else to start creating. So now Ashwati is influencing other digital marketers or people in this industry to actually think, oh, ഈ രീതിയിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ഈ രീതിയിൽ ആൾക്കാരോട് കണക്ട് ചെയ്യാം. You don't have to be very professional and stagnant while talking or anything. You can be casual as well. By ഷിജുവിന്റെ സ്റ്റോറീസ് കാണുമ്പോഴും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. So that is also one way you can influence and do that, and by being authentic. Okay. Thank you. Thank you, Ramshi. Ashwati, over to you. Also, before I ask Ashwati the next question, a question to the audience. നിങ്ങളുടെ അഭിപ്രായത്തിൽ what is authenticity? Like, how do you, if you are already building personal brand on LinkedIn or anywhere else, how do you show up authentically? What is that perspective for you? അതൊന്ന് ചാറ്റ് വിൻഡോയിൽ പറഞ്ഞാൽ നന്നായിരിക്കും, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഓക്കെ, അശ്വതി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ വീണ്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ there are certain TV commercials, ഇപ്പോൾ കാഡ്ബറീസിന്റെ ഡയറി മിൽക്ക് എൻ്റെതാണെങ്കിലും certain brands that stand out, Dove സോപ്പിന്റെ അല്ലെങ്കിൽ Dove ഷാംപൂ, they are really good at storytelling, right? Connecting with us emotionally. But only they have big budgets. And Rande, they have a whole lot of time to show the whole thing, the whole story in a commercial. ഞങ്ങൾ അതൊരു day-to-day content apply ചെയ്യുമ്പോൾ, do you have like a few tips you can share with us? ഓക്കെ, ഇപ്പോ ശരിക്കും നമുക്ക് വളരെ എളുപ്പമാണ് സ്റ്റോറി ടെല്ലിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പീസ് ഓഫ് കോണ്ടന്റിലും ഞാൻ കുറച്ച് ചെറിയ ഡിഗ്രിയിലെങ്കിലും ഞാൻ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാത്തിലും പറ്റില്ല, കാരണം തീരെ നമ്മളിപ്പോൾ എല്ലാത്തിലും പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ റിസൾട്ട്സ് കാണിക്കുന്ന ഒരു പോസ്റ്റ് എനിക്ക് ഇടണം. ഞാൻ വർക്ക് ചെയ്ത ഒരു ക്ലയൻറ്റിൻ്റെ കൂടെ ഉള്ള ഒരു റിസൾട്ട്സ് എനിക്ക് കാണിക്കണം. ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഇന്ന ക്ലയൻറ്റിനോട് വർക്ക് ചെയ്തു, ഞാൻ ഇങ്ങനെ ഇത്ര റിസൾട്ട്സ് ജനറേറ്റ് ചെയ്തു എന്ന് പറയാണ്ട് ഐ വുഡ് സ്റ്റാർട്ട് ഫ്രം എ സ്റ്റോറി. ഇന്ന ക്ലയൻറ്റിന് ഇതായിരുന്നു പ്രശ്നം, സോ വി ടോക്ഡ്, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇംപ്ലിമെന്റേഷൻ ഇത് ചെയ്തു, ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തു, ആൻഡ് ദ റിസൾട്ട്സ് വേർ ദിസ് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം മുതലേ അത് ആൾക്കാർക്ക് എന്താണ് നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. സോ ദാറ്റ് ഇസ് സിംപ്ലി സ്റ്റോറി ടെല്ലിംഗ്. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്റ്റോറീസ്, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ
അവിടെയും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എല്ലാ ദിവസവും നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ പറയാൻ പറ്റും. അത് ഇപ്പോൾ ഇപ്പം വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഡിസ്കവറി കോൾ എടുത്ത് ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചു, ഇന്ന കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഒരു അതോറിറ്റിയും നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും നമ്മൾ കാണിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അതൊരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ ഞാൻ എല്ലാത്തിലും സ്റ്റോറി ടെല്ലിംഗ് ഞാൻ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഫ്രീലാൻസേഴ്സിന് എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫെയിലിയർ സ്റ്റോറീസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുള്ളത് സക്സസ് സ്റ്റോറീസിനെക്കാട്ടി. ഞാൻ എൻ്റെ റിസൾട്ട്സ് ജനറേറ്റ് ചെയ്തത് കാണിക്കുമ്പോഴും അതിനെക്കാട്ടിയൊക്കെ എത്രയോ പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ ഫെയിലിയർ സ്റ്റോറീസ്, ഞാൻ ഡൗൺ ആയി പോയപ്പോൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഡൗൺ ആയതിൽ നിന്ന് പിന്നെ ഞാൻ മുന്നോട്ട് വന്ന സിറ്റുവേഷൻസ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇതൊക്കെ അതിപ്പം ഏത് പ്ലാറ്റ്ഫോം, 2 പ്ലാറ്റ്ഫോമിലാണെങ്കിലും അതൊക്കെയാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയതും ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഇതൊക്കെ ആ സ്റ്റോറീസ് ആണ്. സോ അതുകൊണ്ട് അയ്യോ സോറി, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കുറേ സംസാരിച്ചു സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച്. കഥ പറഞ്ഞ് ക്വസ്റ്റ്യൻ മറന്നുപോയി. Nothing. I was just asking for some storytelling tips in a day-to-day content perspective, because sometimes it's not really possible for us to എന്താ പറയാ, ഒരു കോണ്ടന്റ് പീസിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ 2200 ക്യാരക്ടേഴ്സേ ഒരു ക്യാപ്ഷനിൽ കിട്ടും. അപ്പൊ അതിനകത്തൊരു സ്റ്റോറി കുത്തിക്കേറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. സോ എനി സ്ട്രാറ്റജീസ്? വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ റംഷീന പറഞ്ഞ പോലെ തന്നെ ഞാൻ നമ്മളെല്ലാ പോസ്റ്റുകളും സ്റ്റോറി ടെല്ലിംഗ് അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തതിന്റെ ഒരു റീസൺ പോസ്റ്റുകൾ വളരെ കാഷ്വലായി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരു വീഡിയോസ് ഞാൻ അങ്ങനെ ഭയങ്കര ഫോർമലായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കൂടിപ്പോയാൽ ഞാൻ ജസ്റ്റ് ഇരുന്ന് ഡെസ്കിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ച് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ കാഷ്വലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും എനിക്ക് ഒരുപാട് സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫോർമലായിട്ട് നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പോലും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. നമ്മൾ എങ്ങനെയാണ്, ഇപ്പം എനിക്കറിയില്ല, എനിക്ക് ചിലപ്പോൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് സംസാരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റിയെന്ന് വരില്ല ഓഡിയൻസിനോട്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ചും കൂടെ കാഷ്വലായിട്ട് അങ്ങനെ ചാടി സംസാരിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് കൊണ്ടുവരാനായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. സോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് അതിനകത്ത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ എലമെന്റ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. Okay, cool. Shiju, why do I feel that you also have a few things to add? Like it looks like you are like bursting from the seams. എന്തൊക്കെയോ പറയാനുള്ളത് പോലെ. സ്റ്റോറി ടെല്ലിംഗ് ആണോ? ഇറ്റ്സ് നോട്ട് മൈ നിഷ്, ടു ബി വെരി ഫ്രാങ്ക്. Okay, cool. I mean, to be very frank, like ഇപ്പം അശ്വതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ റംഷൻ ആയിക്കോട്ടെ, there are many other creators. In fact, റോസ് ഒക്കെ ആയിക്കോട്ടെ, their സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അവരൊക്കെ സ്റ്റോറീസ് വായിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, ഓക്കെ, ദിസ് ഇസ് റെസനേറ്റിംഗ് വിത്ത് മീ സംവെയർ. ഐ അണ്ടർസ്റ്റാൻഡ് എ ഫാക്ട്, ലൈക്ക് നമുക്ക് ഈ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാൻ പറ്റും. വി ഡോണ്ട് നീഡ് ഭയങ്കരമായിട്ട് ആ 70 ക്യാരക്ടേഴ്സ് ഹുക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഇഫ് ആ സ്റ്റോറി ഈസ് ഗുഡ് ഇനഫ് ടു റെസനേറ്റ് ദെം. മുമ്പേ അശ്വതി പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോറീസ്, ഐ മീൻ അശ്വതിയുടെ ഏറ്റവും കൂടുതൽ ഫെയിലിയർ സ്റ്റോറീസ് ആണ് സക്സസ് ആയത്. ദ റീസൺ ഇസ് there's only one story that has become success, but there are 99 other stories which has gone through failures, and these are the same scenarios. നമ്മളെ പോലെ ഓരോ ഇൻഡിവിജ്വൽസും എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേജിൽ ആ ഒരു സ്റ്റേജിൽ കൂടി പോകുന്നുണ്ട്. അപ്പം മറ്റൊരാൾ ആ സ്റ്റോറി പറയും, ഓട്ടോമാറ്റിക്കലി റെസനേറ്റ് ചെയ്യും. ഇപ്പൊ റംഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിയ തിവാരി ആയിക്കോട്ടെ, when they start narrating a story, when they are doing a work, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെയും കൂടി നോക്കുന്ന കോണ്ടന്റ് മോം, ആ ഒരു that definitely resonates with every other mom, saying that okay, എൻ്റെ അവസ്ഥ ഇത് തന്നെയല്ലേ. That is the beauty about storytelling. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റോറി ടെല്ലിംഗ് എൻ്റെ നിഷല്ല. I'm very bad in it. No, I think Thank you. you sort of answered it. Chat window le നിഷാദ് പറഞ്ഞ പോലെ you have sort of done storytelling now. But over to you, Ramshi. Do you have anything to share when it comes to storytelling? ഓക്കെ, സോ സ്റ്റോറീസ് സെൽ. അത് നമ്മൾ ബ്രാൻഡ്സിന്റെ കേസിൽ ഓൾറെഡി
കണ്ട കാര്യം. ലൈക്ക് ഇപ്പം നിലഫർ മെൻഷൻ ചെയ്ത ബ്രാൻഡ്സ് ആണെങ്കിലും എവറി അതർ ബ്രാൻഡ് വി നോ ഈസ് സോൾഡ് ടു അസ് ത്രൂ എ സ്റ്റോറി. അത് ചില ബ്രാൻഡ്സിന്റെ നമുക്ക് ഒരിക്കലും ലൈക്ക് ഇത്രയും വർഷം കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി മറക്കാൻ പറ്റില്ല. ആ ഒരു ഫീൽ ഗുഡ്. നമ്മള് സർഫ് എക്സലിന്റെ പഴയ ആഡുകളൊക്കെ ദാ അച്ഛേ ആ ഒരു സമയം ഹിന്ദി കറക്റ്റ് ആയിരിക്കില്ല ഷിജു, പ്ലീസ് ഫോർഗിവ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പൊ എന്നെ അറിയുന്ന ഒരു 4-5 പേരുണ്ടാവും. അവർക്ക് ഒരു 1 ഇയർ മുമ്പ് എന്റെ ലിങ്ക്ഡിൻ തുറന്നു കഴിഞ്ഞാല് ജസ്റ്റ് അനദർ പേഴ്സൺ, കണ്ടന്റ് റൈറ്റർ, ഡൂയിങ് സം SEO കണ്ടന്റ് റൈറ്റിംഗ് ബ്ലാ ബ്ലാ. ഇന്ന് നോക്കുമ്പോൾ ദേ നോ ദാറ്റ് ഐ എം എ മദർ, I live in Calicut, this is what we do, this is how I'm building my business, this is the network I'm building, oh she's going there, she's doing this. This is the stories that I've built along there. കുറേ വർഷങ്ങളായിട്ടൊന്നും ബിൽഡ് ചെയ്യുന്നല്ലോ കേട്ടോ, 1 ഇയർ ആയിട്ട് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിൽ കൂടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ എവിടെയാണോ ഉള്ളത് അവിടുന്ന് തുടങ്ങുക, ആൾക്കാരുടെ അടുത്ത് അപ്ഡേറ്റ്സ് കൊടുക്കുക. വഴിയിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് വന്നു, ഡസന്റ് മാറ്റർ, വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, ലൈക്ക് വാട്ട് ആർ വി ഫേക്കിംഗ് ദ പെർഫെക്ഷൻ ഫോർ എന്നുള്ളത്. സോ അപ്പൊ നമുക്ക് അതും ഷെയർ ചെയ്യാം. ദർ വിൽ ബി പീപ്പിൾ വില്ലിംഗ് ടു ഹെൽപ്പ് ബിക്കോസ് ദേ നോ ദറ്റ് യു ആർ എന്താ പറയാ ഒരു ആക്ഷൻ ടേക്കർ ആണ്, ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ആളാണ്. ദർ വിൽ ബി പീപ്പിൾ വില്ലിംഗ് ടു ഹെൽപ്പ് യു ഔട്ട്. സോ സ്റ്റോറീസ് എപ്പോഴും ഭയങ്കര കണക്ഷൻസ് ബിൽഡ് ചെയ്യും. എനിക്ക് ക്ലൈംസ് വരുന്നത് കൂടാണ്ട് most of the people that DM me are moms, and that gives me sort of a purpose I didn't know I have. ഞാൻ എന്റെ സ്റ്റോറി ഷെയർ ചെയ്യുന്നുള്ളൂ, അത് വേറൊരാളെ ലൈഫ് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ ചെറിയ കാര്യം സംടൈംസ് ഇറ്റ് ചേഞ്ചസ് സംതിങ് ഫോർ സമ്മൺ. എനിക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ അവരെ സിറ്റുവേഷൻസ് ഒക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പൊ എനിക്ക് അവരെ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ ജോലി ഉണ്ടാവില്ല. ബട്ട് മേ ബി ഐ ക്യാൻ ചെക്ക് ഔട്ട് ദെയർ സ്കിൽസ് ആൻഡ് മേ ബി റെഫർ ടു സമ്മൺ ഐ നോ ഇൻ ദ ഇൻഡസ്ട്രി, ഓർ ഐ ക്യാൻ ടെൽ ദം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ്, എനിക്കറിയുന്ന ഒരു ജോബ് റൈറ്റിംഗ് ആണ്, ദിസ് ഇസ് ഹൗ യു ക്യാൻ ലേൺ. സോ ഐ തിങ്ക് സ്റ്റോറീസ് ആർ ദ വേ ഹ്യൂമൻ ബീങ്സ് കണക്ട് ഫ്രം ആൻഷ്യൻ ടൈംസ്. ഈവൻ നമ്മൾ എത്ര ഡിജിറ്റലി പോയി കഴിഞ്ഞാലും വി ക്രേവ് ഫോർ ദാറ്റ് സ്റ്റോറീസ്. Thank you. Shiju, coming to you, and I hope this is your niche. Okay, so digital marketing efforts, പൊതുവേ we can track different data, right? ഒരു പോസ്റ്റ് എത്ര വൈറലായി, അല്ലെങ്കിൽ എത്ര ആൾക്കാർ കണ്ടു, എത്ര ആൾക്കാർ ഷെയർ ചെയ്തു, എത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്തു. How do you measure success in terms of personal branding? And I understand success different things to different people. True. Personal branding, the main agenda എന്താ that people should know us, and if they are particularly from our target audience. കാരണം if Ramshan is pushing her service to certain target audience, or I am pushing, ഞാൻ foundersന് വേണ്ടി personal brand build ചെയ്യുന്ന ആളാണ്. If I am pushing my content and if it is reaching to the right target audience, and they are knowing about what I'm doing, എന്ത് സർവീസസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് നോളജ് ഉണ്ട് through my content, if they visit back to my profile, അവിടെയാണ് ഞാൻ എൻ്റെ സർവീസസ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദീസ് ആർ ദ സ്കിൽസ്, ദീസ് ആർ മൈ അച്ചീവ്മെന്റ്സ്. ബിക്കോസ് എല്ലാ കണ്ടന്റിലും എനിക്ക് പോയി ചെന്ന് പറയാൻ പറ്റില്ല ദാറ്റ് എനിക്ക് ഇന്ന അവാർഡ്സ് കിട്ടിയായിരുന്നു, എനിക്ക് ഇന്ന റെക്കഗ്നിഷൻസ് കിട്ടിയായിരുന്നു, എനിക്ക് ഇത് കിട്ടിയായിരുന്നു, നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് ഐ എം ഏബിൾ ടു ബ്രിങ് ദം ടു മൈ പ്രൊഫൈൽ through which they are able to take an action, either to follow me or to avail my services, which was beautifully mentioned by Ashwati in her yesterday's post. ഞാൻ സാധാരണ ലിങ്ക്ഡിൻ്റെ സെഷൻ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, പ്ലീസ് ഡു നോട്ട് ഗോ ഫോർ ലൈക്സ്, പ്ലീസ് ഡു നോട്ട് ഗോ ഫോർ കമന്റ്സ്. ലൈക്സും കമന്റ്സും വേണം. ലൈക്ക് ഹിന്ദിയിൽ ഒരു പ്രോവർബ് ഉണ്ട്, ഹാത്തിക്ക് താൻ ദിഖാനിക്കല്ല ഖാനിക്കല്ല, അതായത് കാണിക്കുന്ന 2 കൊമ്പ് ഡിഫറെന്റ് ആണ്, കഴിക്കുന്ന പല്ലുകൾ ഡിഫറെന്റ് ആണ്. സെയിം വേ ലൈക്സും കമന്റ്സും ഇതാ കൊമ്പുകളെ പോലെയാണ്. പക്ഷെ മെയിനായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ വായിലുള്ള പല്ലുകൾ വേണം, വിച്ച് ഇസ് ലൈക്ക് പ്രൊഫൈൽ വിസിറ്റ്സ്, ആൻഡ് ഫ്രം ദർ എ CTA ഹാസ് ടു ബി ടേക്കൺ പ്ലേസ്. അപ്പം ഫോർ മീ പ്രൊഫൈൽ വിസിറ്റ്സ് വന്നിട്ട് അതിൽ നിന്നുള്ള കൺവേർഷൻ വരുന്നതാണ് പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ സക്സസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് യു. ദേ ഷുഡ് ബി ഏബിൾ ടു, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, you owe only one thing, that is your name, but that is being used by others.
So maximum, if others are using your name than you, then that's a success. Thank you, Shiju. Great Can I add example. a point to that? Yes, yeah, I was going to come to you and Ashwati. Yes. Okay, that is ശിശു ഇപ്പൊ 2-3 എക്സാമ്പിൾസ് യൂസ് ചെയ്തില്ലേ 2+2 4 പിന്നെ ആനന്ദ കൊമ്പ്. ദിസ് ആർ യുവർ ടെക്നിക്സ് ഫോർ സ്റ്റോറി ടെല്ലിംഗ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഉരുളക്കുപ്പേരി പോലെ മൈൻഡിൽ കുറെ സാധനങ്ങൾ വരും നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ സംസാരിക്കുമ്പോൾ. ദോസ് കൈൻഡ് ഓഫ് കണ്ടന്റ്സ് ആർ റിയലി ഗുഡ്. ആൻഡ് റോസ് ഓൾസോ ഡസ് എ ലോട്ട് ഓഫ് കണ്ടന്റ്സ് ലൈക്ക് മെറ്റഫർ ആയിരിക്കും, വേറൊരു കാര്യമായിരിക്കും പറയുന്നത്, ബട്ട് ദെൻ ഇറ്റ് ഡ്രോസ് ബാക്ക് ടു വാട്ട് യു ഡു. അത് ഭയങ്കര രസമാണ് വായിക്കാൻ. ഒരു ക്രിയേറ്റിവിറ്റി ലെവലിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും ആൾക്കാരുടെ. ഈവൻ ദോ സെയിങ് ഈസ് നോട്ട് ഗുഡ് അറ്റ് സ്റ്റോറി ടെല്ലിംഗ്, these kind of things are stories only, storytelling. Yeah, that's it. I will ask you the same question, Ramshi and Ashwati. Like, how do you measure success in terms of personal branding? രണ്ടാളും ഇങ്ങനെ നോക്കി നോക്കി ചിരിക്കുക. Okay, and then I'll go first. Yeah. For me, personal branding എന്ന് പറയുമ്പം obviously for growing my business, it's leads, it's conversion, what I'm getting from which platform, very like number based ഒരു സൈഡ് ഉണ്ട്. പക്ഷെ അല്ലാണ്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് വൺ ഓഫ് ഇറ്റ്, ലൈക്ക് പീപ്പിൾ കണക്ടിങ്, ലൈക്ക് ബീങ് പാർട്ട് ഓഫ് സംതിങ്. കാരണം ഇറ്റ് ഗെറ്റ്സ് റിയലി ബോറിങ്. നിങ്ങൾ വർക്ക് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് അത് മാത്രം ചെയ്തല്ലെങ്കിൽ ഭയങ്കര മണി മാത്രം സെൻട്രിക് ആയിട്ട് പോകുമ്പോൾ വി ലൂസ് ദ കണക്ഷൻ സംടൈം. ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതും അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇറ്റ്സ് ഗുഡ്. വി ആർ ഓൾ സ്റ്റിൽ എക്സ്പ്ലോറിങ്, വി ഡോണ്ട് നോ വാട്ട് ഈസ് അവർ പർപ്പസ്. അതിങ്ങനെ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കിട്ടില്ല. സോ ഐ തിങ്ക് ദ ജേർണി ഓർ ദ എക്സ്പീരിയൻസസ് ഐ ഗെറ്റ് throughout the way is the success. And money, of course. Money, of course. Ashwati? ഞാന് ഇന്നലെ മിനിഞ്ഞാന്ന് വെച്ചൊരു പോസ്റ്റ് ഇട്ടതാണ് നേരത്തെ ഷിജു പറഞ്ഞത്. അതായത് ഞാൻ അതിൽ പറഞ്ഞത്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ലീഡ്സ് വേണം, റവന്യൂ ജനറേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാനിറ്റി മെട്രിക്സിന്റെ പുറകെ പോവാണ്ട് വേറെ കുറച്ച് മെട്രിക്സ് ഉണ്ട് വിച്ച് ആർ ക്രൂഷ്യൽ. അതിനെക്കുറിച്ചാണ് മെൻഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ് നമ്മൾ ഈ നമ്പേഴ്സിന്റെ പുറകെ പോകാന്നുള്ളത്. കാരണം ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് ഭയങ്കര വലുതാണ്. നമ്മൾ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും എത്ര ഇംപ്രഷൻസ് ആയി, എത്ര ഫോളോവേഴ്സ് കയറി, എത്ര കണക്ഷൻ, എനിക്ക് എത്ര റിക്വസ്റ്റ് വന്നു, ഇതൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മൾ അതിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് പൈസ വരില്ല, അല്ലെങ്കിൽ നമുക്ക് ലീഡ്സ് വരില്ല. അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് പ്രോപ്പർ കോണ്ടന്റ് ഇടുക, ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള മെട്രിക്സ് നമ്മൾ മെഷർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ഇപ്പോൾ റംഷീന പറഞ്ഞ പോലെ മണി മാറ്റേഴ്സ്, നമ്മളെല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ള മെട്രിക്സിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ ഇൻഫ്ലുവൻസ് ഓൾസോ. ഇപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞ പോലെ തന്നെ എനിക്കാണെങ്കിലും ഇപ്പോൾ നേരത്തെ റംഷീന പറഞ്ഞ പോലെ കുറേ മോംസ് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ഒരുപാട് ആൾക്കാരുടെ കുറേ ലവ്ലി മെസ്സേജസ് എനിക്ക് കിട്ടാറുണ്ട്. ഇതുപോലെ അവർ സിറ്റുവേഷൻസ് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്ത് ഹെൽപ്പ് ചോദിച്ചാലും അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്കറിയാം എന്താണ് ആ ഒരു ഫേസ് എന്താണ്. ഇപ്പം ഞാൻ ജോബ് നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നാളധികം ജോബ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വൃത്തികെട്ട ഫേസിലൂടെ പോയിട്ടുണ്ട്. സോ ആ ഒരു ഫേസ് കുറേ ആൾക്കാർക്ക് കണക്ട് ആയിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിക്കാറുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിലും കൂടെ ഞാൻ കോണ്ടന്റ് ഇട്ടാൻ തുടങ്ങിയതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. ഇങ്ങനെ കോണ്ടന്റ് ഇടുമ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം, ഇപ്പം അശ്വതി ഇത്രയും ചെയ്യുന്നുണ്ട്, സോ അത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്
ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് അതൊക്കെ. ഇപ്പോൾ ലിങ്ക്ഡിനിലെ പോസ്റ്റുകൾ കണ്ടിട്ടാണെങ്കിലും ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അത് അതും മാറ്റേഴ്സ് എ ലോട്ട്. അതെ. Thank you. So before I move into Q&A, chat window le കുറച്ച് questions വന്നിട്ടുണ്ട്. I would like to request Muhammad Alfan. നിങ്ങളുടെ കുറേ ഫാൻസ് ഉണ്ട് ഇവിടെ. I hope you haven't left. Yeah, he's here. If you could share a couple of things about personal branding. സത്യം ഞാൻ അതിന്റെ ഫീൽഡിൽ നിങ്ങൾ എക്സൽ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചുള്ളൂ, ഫോർ ബി ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കാണ് അറിയുന്നത്. ഇത് ടോട്ടലി ഞാൻ ഇവിടെ ഓഡിയൻസ് ആണ്. ഞാൻ ഈവൻ That's അശ്വതി okay. We're all very proud that you are here and you are attending our session. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് 2-3 വാക്കുകൾ. പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായമായിട്ടോ ഞാൻ പറയുന്നത്. ഇത് ഭയങ്കര സർപ്രൈസ് ക്വസ്റ്റൻ ആയിട്ടോ, ടെൻഷൻ കൂടി. ഓക്കെ, പറയാം. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻവിസിബിൾ ഒരു പ്രൈസ് ടാഗ് ഉണ്ടാവും, റൈറ്റ്? ദ പ്രൈസ് ടാഗ്, ദ പ്രൈസ് ഇസ് വി ആർ ഫിക്സിങ്. സോ ഇപ്പം ഓരോ മൊബൈലിന്റെ ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഐഫോൺ അല്ലെങ്കിൽ OnePlus, ഓപ്പോ, അതിൽ ഐഫോൺ വെച്ച് ബാക്കിയെല്ലാം കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ മറ്റേതൊരു ബ്രാൻഡാണ്, ഇറ്റ്സ് എൻ ഐഫോൺ, റൈറ്റ്? അപ്പം എൻ്റെ ഫീൽഡ് ട്രെയിനിങ് ഫീൽഡാണ്. ഈ എക്സൽ, Power BI, ഡാറ്റ അനലിറ്റിക്സ് റിലേറ്റഡ് കംപ്ലീറ്റ് ടൂൾസ് ആണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ എത്രയോ ആൾക്കാർ ഈ എക്സൽ എന്നുള്ള സംഭവം 10-25 വർഷത്തോളമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവം. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് എന്നുള്ളതിൽ, എന്തിനാണത് ഇനീഷ്യേറ്റ് ചെയ്യുന്നുള്ളതിൽ ഒരു 3 വർഷം മുന്നേ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ വലിയ കാര്യം ഉണ്ടാവും. പക്ഷെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ അതിലുപരി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്, എങ്ങനെ എന്നെ സെല്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഓഡിയൻസ് കേൾക്കുന്നില്ല, റൈറ്റ്? വോയിസ് ഓക്കെ അല്ലേ, റൈറ്റ്? അതിപ്പം ഞാനിപ്പം അശ്വതിനെ ഞാൻ നേരത്തെ പറയാൻ വന്ന ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അശ്വതി അല്ലെങ്കിൽ റംഷീനൊക്കെ കണക്റ്റഡ് ആണ്. പക്ഷെ അശ്വതിൻ്റെ ഞാൻ മെയിൻ ഞാൻ ഫോക്കസ് ചെയ്തത് ഓരോ കണ്ടന്റിലും ഒരു ഫോട്ടോ മൂപ്പിടുന്നുണ്ടാവും. ബൈ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഫോട്ടോ ഉണ്ടാവും, റൈറ്റ്? അപ്പം ഞാൻ ഫോട്ടോ ആണെങ്കിൽ ആ സിറ്റുവേഷൻ ബേസ്ഡ് ഫോട്ടോ ആണ്. ഒരു ക്വസ്റ്റ്യൻ അശ്വതിക്ക് ഉണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ആൾക്കാരായിട്ട് ആ ഒരു ട്രെയിനിങ് ഏറ്റവും കൂടുതൽ അവരായിട്ട് ഇന്ററാക്റ്റീവ് കണക്ട് ചെയ്തുകൊണ്ട് അവരെങ്ങനെ വിൻ ചെയ്യിപ്പിക്കുക, ആ ഒരു ഇന്ററാക്ഷൻസിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ഫോട്ടോ ക്ലബ് ചെയ്യും, പഴയ സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി, അത് ഒന്നുകൂടി കണക്റ്റഡ് ആവും. പക്ഷേ അശ്വതി ഇരുന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയുക, നമ്മൾ എനിക്കും അത് തന്നെയാണ്, ആൾക്കാരെ റിക്കഗ്നൈസ് ചെയ്യണം, അത് ബ്രാൻഡ്, റൈറ്റ്? ഇപ്പം ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ട്, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഈ സീലിയോ, അതുപോലെ തന്നെ CK അല്ലെങ്കിൽ ടോമി ഹിൽഫീൽഡ്, അവിടുത്തെ ആ ഷോറൂംസിലൊക്കെ ആൾക്കാർ വളരെ കുറവായിരിക്കും. സെയിൽസ്മാൻ റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടാവില്ല, കാരണം പ്രൈസ് ഇസ് വെരി ഹൈ. ആ സെയിം എന്താ പറയുക പാറ്റേണിലെ ഷർട്ടും ലൈഫ് സ്റ്റൈലും കിട്ടും ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിഫറൻസാണ് പറയുന്നത്, റൈറ്റ്? ആ ലോഗോണ് നമ്മൾ ഫേസ് ആയി കാണിക്കേണ്ടത്. അപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇപ്പം റംഷീനോടും ഞാൻ ഇനീഷ്യലി അഡ്വൈസ് ചെയ്ത പോലെ തന്നെ കുറച്ച് കാലത്തേക്ക് മൂപ്പരെ ഫേസ് ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഫേസ് ഇട്ട് റംഷീനും. അതിലിപ്പോൾ ഈവൻ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമാണ് കൂടുതൽ എനിക്ക് ലീഡ് വരുന്നത്. അതിലിപ്പം ഒരു 60 മിനിറ്റ്സ് ആണ് നമുക്ക് പെർമിഷൻ. അതിൽ 60 മിനിറ്റ്സ് ബൈ ഡീഫോൾട്ട് എന്ത് കോണ്ടന്റ് ആയിക്കോട്ടെ ഞാൻ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. ഫസ്റ്റ് ഇനീഷ്യൽ 10 സെക്കൻഡ്സിൽ എൻ്റെ ഫേസ് കാണിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എനിക്ക് ആ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. സോ എനിക്ക് എന്നെ സെല് ചെയ്യണം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ എല്ലാവരും സെല് ചെയ്യാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഞാൻ സംസാരിക്കുക, എന്നെ സെല് ചെയ്യാണ്. ഇത് ഇത്ര എനിക്ക് ലീഡ് കിട്ടിയല്ലോ, റൈറ്റ്? ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിങ് അവർ സെൽഫ്. എല്ലാവരും സെയിൽസിലാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ബിൽഡ് ചെയ്യുക പേഴ്സണൽ ബ്രാൻഡ്. പിന്നെ കൺസിസ്റ്റൻസി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ കണക്ട് ചെയ്യണോ എനിക്കൊന്നും അറിയില്ല, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ പറഞ്ഞു. ഇതല്ല എൻ്റെ ഫീൽഡ് എന്നുള്ളത്. എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇതുപോലെ തന്നെ അത് ഇപ്പം അശ്വതി ആണെങ്കിലും ഞാൻ അശ്വതിനെ ചോദിക്കാൻ വേണ്ടി നിന്നായിരുന്നു, എത്രത്തോളം ആണ് ഒരു ഇമേജിന്റെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ് ആവും. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഇടും, അത്യാവശ്യം നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. പക്ഷെ ആ ഫോട്ടോ അല്ലെങ്കിൽ ആ ഇതായിട്ട് ഒരു കണക്റ്റഡ് നല്ല ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഇന്നലെ ഒരാൾ കമന്റ് ഇട്ട് അശ്വതിന്റെ ഫോട്ടോ ഇതേതാ ഹോട്ടൽ എന്നുള്ളതിൽ ഒരു ബന്ധമില്ല. മൂപ്പര് ചോദിച്ച ക്വസ്റ്റ്യന് അശ്വതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടത് ചോദിച്ചത്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇപ്പൊ ഞാൻ എപ്പോഴും ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ലിങ്ക്ഡിനിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു സ്റ്റോറി ഇട്ടാണെങ്കിൽ അതിൽ ത്രൂ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ,
അതായത് ആ സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ, റൈറ്റ്? ഒരു രണ്ട് പാരഗ്രാഫിന് 3 പാരഗ്രാഫ് ഞാൻ ഇടുള്ളൂ സ്റ്റോറി, വളരെ ചുരുക്കിയിട്ട് അതിൽ ത്രൂ എന്തൊക്കെ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതേ നോക്കുന്നുള്ളൂ. അവർക്ക് അത് ടൈറ്റിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ടൈറ്റിൽ ഒരു എക്സാമ്പിൾ ആട്ടോ, ഞാൻ ഇട്ടിട്ടില്ല, ഒരു ടൈറ്റിൽ ഒരു എക്സാമ്പിളാണ്. ഒരു 6,000 റുപ്പീസ് സാലറി വാങ്ങിയ ആള് ഇപ്പോൾ മന്ത്ലി 6 lakh റുപ്പീസ് എത്തി എന്നുള്ള ഒരു ടൈറ്റിൽ, ആ ടൈറ്റിൽ കൊടുത്ത ആൾക്കാരോട് എൻഗേജ് ആയി എങ്ങനെ എത്തി എന്നുള്ള ക്യൂരിയോസിറ്റി, റൈറ്റ്? ദ ടൈറ്റിൽ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റോറി ടെല്ലിംഗിൽ ഒരു ടൈറ്റിലോട് കീപ്പ് ചെയ്യാറുണ്ട്, ഒരു ക്യാച്ച് ആയിട്ട് ടൈറ്റിൽ. അധികം വലിയൊരു ടെക്നിക്കൽ ജാഗൻസ് അല്ലെങ്കിൽ ഹൈ ലെവൽ അല്ല ഒരു ഇംഗ്ലീഷ് ഫ്രേസ് ഒന്നും യൂസ് ചെയ്യാത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആൾക്കാർ മനസ്സിലാവും. ഓക്കെ, ഇനി ബാക്കി വായിക്കണം ഇവൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതില്ല, റൈറ്റ്? അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് വായിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, യെസ്. അപ്പം അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ദിസ് ഇസ് ഹൗ വാട്ട് ഐ ബിലീവ്. അപ്പം എന്നെക്കാളും ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ എവിടെ ഉള്ളതെന്ന് അറിയാം. അപ്പം എനിക്കും അറിയണം, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ, അതുകൊണ്ട് ജോയിൻ ചെയ്തത് മാത്രം. Thank you so much. Thank you for taking time. Ashwati, do you want to answer his question about the photo? അത് ആ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറയാനുള്ളത്. ബിക്കോസ് എനിക്ക് എൻ്റെ ഫേസ്, എനിക്ക് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഫേസ് ആവണം. എന്നെ കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം, അത് തന്നെയുള്ളൂ. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ കോണ്ടന്റ്സ് ഇടുന്നത് ലിങ്ക്ഡിനിലാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു കാഷ്വൽ, അങ്ങനെയാണ് എൻ്റെ ടോൺ. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ടോൺ അല്ല. സോ അത് എൻ്റെ ഫോട്ടോയിലും റിഫ്ലക്ട് ചെയ്യണം എന്നുണ്ട്. സോ അതുകൊണ്ട് പിക്സ് ഇടുന്നു, അത്രേ ഉള്ളൂ. Thank you. Thank you so much, Alfonso. Thank you so much. Shiju, there's a question in the chat window from Suhaim. I'm going to direct this to you. Can you explain lead gen content? ലീഡ് ജെൻ കോണ്ടന്റ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് അല്ലെങ്കിൽ മാർക്കറ്റിംഗിനകത്തുള്ള സെയിൽസ് ഫണ്ണലൊക്കെ തന്നെയാണ് ക്രിയേറ്റിംഗ് അവയർനെസ്, വിച്ച് ഇസ് അവർ ടോപ്പ് ഓഫ് ദ ഫൺ. നമ്മൾ എന്താണ് നമ്മുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. വി ആർ നോട്ട് സെയിങ് ദാറ്റ് 100% നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനോ സർവീസിനെ ആയിരിക്കരുത് പുഷ് ചെയ്യുന്നത്. ക്രിയേറ്റ് അവയർനെസ്, then make them to get into consideration stage where we are pushing our case studies. നമുക്ക് ഇന്നതുപോലെ ചെയ്യാൻ പറ്റി, ഇങ്ങനെ ചെയ്യാൻ പറ്റി, അതിൽ നിന്ന് ഇങ്ങനെ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി a person who's planning to buy ആ ഒരു കൺസിഡറേഷൻ സ്റ്റേജിൽ വന്നിട്ടാണ് ലാസ്റ്റ് ആണ് കൺവേർഷനിലോട്ട് വരുന്നത്. സോ മോർ ദാൻ കണ്ടന്റ്, അക്കോർഡിംഗ് ടു മീ ലാസ്റ്റ് 2.5 years ലിങ്ക്ഡിനിലെ എക്സ്പീരിയൻസ് വെച്ച് കണ്ടന്റ് അല്ല നമുക്ക് സെയിൽസ് ഉണ്ട്. കണ്ടന്റ് ഈസ് ജസ്റ്റ് ഗോയിങ് ടു ക്രിയേറ്റ് അവയർനെസ്. എന്നും ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇറ്റ് ഈസ് യുവർ പ്രൊഫൈൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബ്രിങ് യുവർ സെയിൽസ്. കാരണം അശ്വതിയുടെ പ്രൊഫൈലിനകത്ത് പ്രോബ്ലി ഇൻ ഹെർ കണ്ടന്റ് ഷീ ക്യാൻ ടോക്ക് ടു വൺ ഓഡിയൻസ് സെയിങ് ദാറ്റ് ഐ എം ഡൂയിങ് ദിസ്. പക്ഷെ ആ ഓഡിയൻസിന് വേറെ സർവീസ് ആയിരിക്കും ആവശ്യം വരുന്നത്. Until unless that person visit Ashwati's profile, go through her featured section, go through her about section, എങ്ങനെ അറിയാൻ പറ്റും ബാക്കി സർവീസസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഡു നോട്ട് റിലൈ ഓൺലി ഓൺ കണ്ടന്റ്. കണ്ടന്റും ആവശ്യമാണ്, ആവശ്യമല്ല എന്നല്ല പറയുന്നത്. ബട്ട് ലൈക്ക് നമ്മൾ ബ്ലോഗ്സ് ഇട്ടിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ട്രാഫിക് റീജനറേറ്റ് ചെയ്യുന്ന പോലെ അല്ലെ റീഡയറക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് കണ്ടന്റ് ഈസ് റീഡയറക്ടിങ് ടു അവർ പ്രൊഫൈൽ. Does that answer your question, Suhaim, or do you have a follow-up question? Unmute ചെയ്തിട്ട് ചോദിച്ചോളൂ. ഹായ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes. Yes, yes, Suhaim. ഞാൻ ലാസ്റ്റ് മന്ത് ആയിട്ട് തൊട്ടിട്ട് ഇതേ പറഞ്ഞാല് നമ്മളെ ക്ലയന്റ് ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ കണ്ടന്റ് ഇട്ടോണ്ടിരിക്കുന്നത്, അതിനെ മനുഷ്യനും കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവം ബ്ലോഗ് എന്റെ ഒരു ജേർണി ഇങ്ങനെ അപ്ഡേറ്റ് ഇട്ടപ്പോഴാണ് ഒരു അത്യാവശ്യം അത് കണ്ടപ്പോൾ എനിക്ക് വിഷമായി. ഈ കണ്ടന്റ് വാല്യൂ ആഡിങ് കണ്ടന്റ് ഒക്കെ ഇട്ടിട്ടും ഒരാൾ ലൈക്ക് ചെയ്യുന്നില്ല. അവസാനം ഇതാണ് ഇപ്പൊ പോയത് എന്നുള്ള രീതിയിൽ. അപ്പം ഷിജു പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. Raw Suhaim, anytime. I'm just going through the chat window. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി ചോദിച്ചു. Okay, I think there's another question from Suhaim. Ashwati or Ramshina, you can answer this. Can you explain how approach is different if my purpose is to find lead? I think this is already answered, alle Suhaim. Okay, Ando is asking how to avoid getting banned on LinkedIn.
ഞാൻ റീസെന്റ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ പല ആൾക്കാരെയും എന്നെകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് എ ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇറ്റ്. ലൈക്ക് അക്കൗണ്ട് ബാൻഡ് ആയി പോകുന്നുണ്ട് നമ്മുടെ ലിങ്ക്ഡിനിൽ. ദ ഫസ്റ്റ് തിങ് ഇസ് നമ്മുടെ പ്രൊഫൈൽ പിക്ക് ഇല്ലെങ്കിൽ അക്കൗണ്ട് ബാൻഡ് ആവും. സെക്കൻഡ് തിങ്, അവിടെ ഹ്യൂമൻ ഫേസ് വേണം. AI ജനറേറ്റഡ് കണ്ടന്റ് ആണ്, സോറി, പ്രൊഫൈൽ പിക്ക് ആണെങ്കിൽ ലാറ കോസ്റ്റ പോലുള്ള ഫേമസ് ക്രിയേറ്ററിന്റെ അക്കൗണ്ട് വരെ ബാൻഡ് ആയിട്ട്. തേർഡ് തിങ്, ഇഫ് യു ആർ ഇൻ ഇന്ത്യ നമുക്ക് ആധാർ കാർഡ് വെച്ച് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്ലീസ് ഡു നോട്ട് യൂസ് എനി ഓട്ടോമേറ്റഡ് ടൂൾ. നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്യണോ, ബാച്ച് കണ്ടന്റ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്യണോ, വി ഹാവ് അവർ ഓൺ ഇൻബോൺ ടൂൾ, ഇൻ ഹൗസ് ടൂൾ. നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പോസ്റ്റ്. ദാറ്റ് ഇസ് ആബ്സൊല്യൂട്ട്ലി ഫൈൻ. ആൻഡ് പ്ലീസ് ഡു നോട്ട് എക്സീഡ് അറ്റംപ്റ്റിംഗ് മോർ ദാൻ 100 കണക്ഷൻസ് പെർ വീക്ക്. കാരണം അതും ഓട്ടോമേറ്റഡ് മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യും. അതും ഒരു കാരണമാണ് അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ. തേർഡ് തിങ്, ഡു നോട്ട് സ്പാം ഇൻ എനി വൺസ് കമന്റ്സ്. സ്പാം ചെയ്ത് നമുക്ക് അറിയത്തില്ല ആരാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അക്കൗണ്ട് റെസ്ട്രിക്റ്റ് അല്ല, അത് കംപ്ലീറ്റ്ലി ബാൻഡ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് ബാൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 or 2 times നമുക്ക് 48 hours അത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. വേറെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ചില കേസസിൽ എനിക്ക് വന്ന കേസ് സിനാരിയോസ് ഇതായിരുന്നു. അവർ കമ്പനി പേജിന്റെ പകരം കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ്. അതും അക്കൗണ്ട് ബാൻഡ് ആണ്. പ്രൊഫൈൽ ഈസ് ഓൺലി ഫോർ ഇൻഡിവിജ്വൽസ്, നോട്ട് ഫോർ കമ്പനീസ്. Thank you. Ramshi or Ashwati, either of you can answer this question. നിങ്ങൾ രണ്ടുപേരും പിന്നെ ലിങ്ക്ഡിൻ മാത്രം ലിമിറ്റഡ് അല്ല, നിങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിലുണ്ട്. ആൻഡ് അശ്വതി ഇപ്പോൾ പറഞ്ഞല്ലോ യൂട്യൂബിലോട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ വെൻ യു ആർ ബിൽഡിംഗ് പേഴ്സണൽ ബ്രാൻഡ് ഓൺ ദീസ് 2 to 3 different platforms, what difference do you notice? ഓഡിയൻസ് ഡിഫറൻസ് ഉണ്ട്, നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. യൂട്യൂബ് വീഡിയോ പ്ലാറ്റ്ഫോംസ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഏകദേശം ഒരു പോലത്തെ ഓഡിയൻസ് ആണ് വരുന്നത്. ലിങ്ക്ഡിനിൽ വരുമ്പോൾ കുറച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് വരുന്നത്. സോ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ക്രിയേറ്റർ ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റീപർപ്പസ് ചെയ്യാൻ പറ്റും കോണ്ടന്റ്. പക്ഷേ റീപർപ്പസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്ക്, ഇപ്പോൾ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് എഴുതി അത് സെയിം എടുത്ത് വോയിസ് ഓവർ കൊടുക്കും ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ അത് എടുത്ത് സംസാരിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അത് വർക്ക് ആവില്ല. ബിക്കോസ് ഓരോ പ്ലാറ്റ്ഫോംസിലും ഓരോ രീതിയിലാണ് കോണ്ടന്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോംസിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യണം. നമ്മൾ സെയിം വീഡിയോ എടുത്തിടുന്നത് പോലല്ല, അത് പിന്നെയും ബെറ്റർ ആണ്. പക്ഷെ നമ്മൾ റീപർപ്പസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. സോ അത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ബിക്കോസ് ലിങ്ക്ഡിനിൽ ഇടുന്ന പോലത്തെ അതേ ടോണിലോ അല്ലെങ്കിൽ അതേപോലെ എക്സാക്ട് സെയിം ആയിട്ട് ഞാൻ കൊടുക്കാറില്ല. അപ്പം സെയിം പോയിന്റ് തന്നെയാണ് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ആയിട്ട് ഇടുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നതെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്താറുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോംസിന്റെ, പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യം അത് ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ട് പ്ലാറ്റ്ഫോംസിൽ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ലിങ്ക്ഡിനിലാണെങ്കിലും വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഒരാൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവണം നമ്മൾ എന്ത് സർവീസ് ആണ് കൊടുക്കുന്നത്, എന്താണ് നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്താൽ എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. സോ ഒപ്റ്റിമൈസേഷൻ സെയിം ആണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബട്ട് കോണ്ടന്റ് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് കോണ്ടന്റ്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് റെസ്പോൺസും നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. റെസ്പോൺസ് പിന്നെ നമുക്ക് യൂട്യൂബിൽ കമ്മ്യൂണിക്കേഷൻ അധികം പറ്റില്ല. അതായത് ആകെയുള്ള ഒരു എൻഗേജ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോമെന്റ്സിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ലിങ്ക്ഡിനിലും ആകുമ്പോൾ നമുക്ക് DMs ഉണ്ട്. കുറച്ചും കൂടെ ഒരു ബെറ്റർ വേ ഓഫ് കണക്ഷൻ ഉണ്ട് അവിടെ. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസം ഒന്നുമില്ല. അത് തന്നെ ഒരു വലിയ വ്യത്യാസം. അത്രയേ ഉള്ളൂ. Thank you. Ramshi, do you want to add anything? നോ, ആക്ച്വലി അത് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് സംഭവിക്കുക. ഈവൻ ഇഫ് യു ആർ എ സർവീസ് പ്രൊവൈഡർ, നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും ചിലപ്പം നമ്മളെ ലീഡ്സ് ആവണമെന്നില്ല. പക്ഷെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളെ സർവീസ്. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് പ്ലാറ്റ്ഫോംസ് റിയലി ഡ്രൈവ്സ്. ചിലപ്പം നമ്പർ ഓഫ് ഫോളോവേഴ്സ് നോട്ട് ഈക്വൽ ടു ലീഡ്സ് ആയിരിക്കും, ബട്ട് ഇറ്റ് റിയലി മാറ്റേഴ്സ് ഇഫ് യു ആർ സെല്ലിംഗ് ഇറ്റ് ആസ് എ സർവീസ്.
ആൻഡ് യൂട്യൂബിൽ എനിക്ക് ഒരു ഇതുമില്ല, ചെയ്ത് പരിചയമില്ല. ആൻഡ് ഇൻസ്റ്റഗ്രാം ലേണിംഗിൽ എനിക്ക് മനസ്സിലായത് കൺസിസ്റ്റൻസി അൽഗോരിതം നല്ലോണം ഫേവർ ചെയ്യും. നമ്മള് എത്രത്തോളം ആ പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് ഇടുന്നു അത്ര ആൾക്കാർ അവിടെ പിടിച്ചു വെക്കാണല്ലോ. So they favors our content after a point of time. And then I think today depends on your goal. ഇപ്പൊ ഞാൻ ചിലപ്പോൾ ലിങ്ക്ഡിനെ കുറിച്ചിട്ട് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാല് അതിൽ ചിലപ്പോൾ 2000-3000 വ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ 5000 ഒക്കെ ആയിരിക്കും വ്യൂ. പക്ഷെ എനിക്ക് ഈ 5000 വ്യൂ അല്ലെങ്കിൽ ഈ 3000 വ്യൂ ഉള്ള വീഡിയോ ഷെയർ ചെയ്തിട്ട് ലീഡ്സ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് റിയലി ഡസൻ മാറ്റർ ആ വീഡിയോയിൽ എത്ര വരുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അശ്വതി പറഞ്ഞ റിലേറ്റബിൾ കണ്ടന്റ് ആയിരിക്കണം. ഷെയർ ബട്ടൺ ചെയ്യാൻ അല്ലെ കമന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു റീസൺ വേണം. എഡ്യൂക്കേഷനിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. സോ എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ ഇഫ് യു ഹാവ് ദാറ്റ് എക്സ്പെർട്ടൈസ് യു ഹാവ് ടു യൂസ് ഇറ്റ് ടു ദ ഫുൾ പൊട്ടൻഷ്യൽ. ദാറ്റ്സ്. Thank you. Bharat, raise hand ചെയ്തിരിക്കുന്നത്. Did you have something to ask? Bharat Yes, Vipin. Okay. കേൾക്കാണ്ടോ? Yes. ഞാനിപ്പോ ഒരു CA സ്റ്റുഡന്റ് ആണ് ആക്ച്വലി. സോ ഞാനിപ്പോ ഒരു തുടങ്ങിയിട്ട് അത്യാവശ്യം കാലമായിട്ട് ഒരു 3 വർഷമൊക്കെ ആയില്ല ആക്ച്വലി. ബട്ട് ഞാന് പ്രശ്നം ചെയ്യാൻ കുറച്ച് കൺസിസ്റ്റന്റ് അല്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻസ് സംഭവമാണല്ലോ. അപ്പോ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഇടയിൽ. അപ്പോ ഞാനിപ്പോ ഫോക്കസ് ചെയ്യണം എന്താ വെച്ചാല് എന്റെ ഒരു ഫോളോവേഴ്സ് അത്യാവശ്യം കൂട്ടുക. എന്താ വെച്ചാല് എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ല് അങ്ങനെ കാര്യമില്ല, ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ളൂ. അപ്പോ എങ്ങനെ എനിക്കൊരു മോണിറ്റൈസേഷൻ ലെവലിലേക്ക് എത്തിക്കാം, പിന്നെ ഒരു ലേറ്റസ്റ്റ് ഇപ്പൊ ട്രെൻഡ്സ് അൽഗോരിതത്തിന്റെ കാര്യങ്ങളൊക്കെ ആയാലും ഞാൻ കുറച്ച് അത്യാവശ്യം ബ്രേക്ക് എടുത്ത കാലമായി. അപ്പോൾ അതിന്റെ പറ്റിയിട്ടും ഒന്ന് അറിയണമെന്നുണ്ട്. ഒന്നാമത്തെ കേട്ടോ? കേട്ടു. Who would like to answer this? Any of you can go ahead. Shiju, why don't you take this? Okay, Ramshi. I didn't get the question. I think Shiju can answer. Bharat, I guess I know you. I know you from last couple of years now. You have been active on LinkedIn. You have been actively engaging. Like I've seen you putting in comments on many of the creators. Okay, so I know you. And regarding monetization, monetization instant YouTube like I wouldn't be the right person to tell you, but I would ask you to please maintain the same momentum. It is okay once in a while to take a break, but when you're on LinkedIn platform, just understand what is the motive behind building that followers. എന്തിനാണ് നമ്മൾ ആ ഫോളോവേഴ്സിനെ കൊണ്ടുവരുന്നത്? ആ ഫോളോവേഴ്സിനകത്ത് എത്ര പെർസെൻറ്റേജ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്? വാട്ട് ഈസ് അവർ ഒബ്ജക്റ്റീവ്? ആ ഫോളോവേഴ്സിനെ നമ്മുടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് അവരിൽ നിന്ന് എന്താണ് നേടാനുള്ളത്? Is it a job? Is it a freelance gig works? അല്ലെങ്കിൽ gig works ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലാണോ എന്താണെന്നുള്ള കാര്യം നോക്കുക. Keep upskilling yourself, and consistency is never that at a stretch 365 days അല്ല. Consistency always comes with a frequency. ഒരു പാറ്റേൺ ഉണ്ട്. ചില ആൾക്കാർ entire 7 days content ഇടുന്നവരുണ്ട്, who are also called as consistent. For example, Sudarshan Ganapati, who's from Chennai, last 1000+ days consistently post ചെയ്യുന്നുണ്ട്. He's consistent. Again, Yasmin Alik is also consistent, who posts 3 posts in a week at the same interval, same frequency, say Wednesday, Friday, Saturday at 4 p.m. or 3:30 p.m. IST. Other consistency, because his audience knows that when he's going to post, what time he's going to post. But Sudarshan Ganapati's case പറയുകയാണെങ്കിൽ, we know that he is going to post every day morning 8 o'clock. That would be the first post on my feed. So the difference, the definition of consistency differs for many other people. It's not entire 365 days. It is the frequency that you're making it and the effort that you're putting into showcase something. So followers എന്തിനാ ബിൽഡ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഒന്ന് മൈൻഡിലുണ്ടെങ്കിൽ, ആൻഡ് ആ ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് എന്ത് നേടാനാണെന്നുള്ളത്. ലിങ്ക്ഡിൻ ആണ് ഞാൻ പെർട്ടിക്കുലർലി പറയുന്നത്, ബിക്കോസ് ഐ നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ദി അതർ 2 പ്ലാറ്റ്ഫോം. ഞാൻ അവിടെ ശിഷ്യമാണ്. സോ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഗൈഡ് ചെയ്യുന്നത്. ഐ തിങ്ക് അശ്വതി ആൻഡ് രംഷീന കുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് യു വിത്ത് ദി അതർ 2 സെഗ്മെന്റ്. അതെ, ഞാൻ ലിങ്ക്ഡിൻ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ ലിങ്ക്ഡിനിൽ കൂടുതൽ ഉള്ളത്.
ഓക്കെ. പിന്നെ ഞാൻ ലിങ്ക്ഡിനിൽ മോണിറ്റൈസേഷൻ ഡയറക്റ്റ് മോണിറ്റൈസേഷൻ ഇല്ല, ബട്ട് ഇഫ് യു ആർ എ ഫ്രീലാൻസർ യു ക്യാൻ അപ്ഡേറ്റ് യുവർ സർവീസസ് പേജ്. ആ സർവീസസ് പേജിനകത്ത് ഇപ്പൊ സർവീസസ് വരുന്നുണ്ട്. ഇഫ് യു ആർ എ പ്രീമിയം അക്കൗണ്ട് ഹോൾഡർ you will be getting that service. I mean, you can see that services for next a week's time. But if you are non-premium, 24 hours കഴിയുമ്പോഴത്തേക്ക് ആ സർവീസ് റിക്വസ്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ എന്താ കൺസിസ്റ്റൻസി ഹൈലൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഞാനിപ്പോ CA സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ പഠിക്കുമ്പോ ആ ഒരു സമയത്ത് നല്ലോണം പോകുന്നുണ്ട്, ഒരു 3 മാസമൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ റിസൾട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോ ഞാൻ നിർത്തും. അപ്പോ അത് കാരണമാണ് കൺസിസ്റ്റൻസിന്റെ കാര്യം. അപ്പൊ എന്തെങ്കിലും താങ്ക്സ്. പിന്നെ അതില് I will be ട്രെൻഡ് able to give you an example. There is a person called Maheshwari Trese who is from Goa. She's also LinkedIn top voice blue badge. She was a student when she started it. അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിലും കുറെ പേരുണ്ട് who were students who were going for CA classes. ഇപ്പം നമ്മുടെ I am not able to recollect him. Kanan Bal. He's also top voice. He was also doing a CA. Along with that, he was pushing his contents, and today he has been featured by Forbes and other editorial teams. For consistency, take out your time, build out a time, plan it, and strategize it. പിന്നെ എനിക്ക് കുറച്ച് ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ പറ്റിയിട്ടൊന്നും അറിയാം ലിങ്ക്ഡിനിൽ തന്നെ. ബിക്കോസ് ഞാൻ ഇങ്ങനെ കുറച്ച് മുമ്പായിട്ടൊക്കെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോ ടെസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ടെക്സ്റ്റ് പ്ലസ് പിക്ചറായി. പിന്നെ ഇപ്പോ വീഡിയോ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിനെ പറ്റിയിട്ട് ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ്സിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഞങ്ങൾ 3 പേരും ആ കാര്യം പറയുകയാണെങ്കിൽ 3 ഡിഫറെന്റ് ആയി പോകും. നമ്മുടെ അശ്വതി ചെയ്യുന്നത് ഇമേജ് ആണെങ്കിൽ റംഷിന ചെയ്യുന്നത് വീഡിയോ ആണ്. ആൻഡ് ഐ ആം വിത്ത് ടെക്സ്റ്റ്. അപ്പം ട്രൈ ഔട്ട് വാട്ട് വർക്ക്സ് ഔട്ട് ഫോർ യു. കാരണം ഇപ്പം പല ആൾക്കാരും ഉണ്ട്, ദേ ആർ സ്റ്റിൽ മെയിൻറ്റെയിനിങ് റിട്ടൺ ടെക്സ്റ്റ് ഓൺലി. പക്ഷെ ടെക്സ്റ്റ് പ്ലസ് ഇമേജിനാണ് ഇപ്പം കുറച്ചും കൂടി ബൂസ്റ്റ് വരുന്നത്. ആൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഷോർട്ട് ഫോം ഓഫ് വീഡിയോസ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് ആർ ഗോയിങ് ടു ബി വൺ വിച്ച് ഇസ് ഗോയിങ് ടു ഗെറ്റ് എ ബൂം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു എ DM to me. Okay, we are running out of time. Yasir also has raised his hand and Mithun also. So let's go to Yasir quickly. ഹലോ എവരിവൺ, നമ്മള് കേൾക്കുന്നില്ലേ? കേൾക്കാം, കുറച്ച് വോളിയം കൂട്ടിയാൽ സഹായമായിരിക്കും. ഹലോ, ഓക്കെ, Yes. ഓഡിബിൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേ വലിയ സന്തോഷം. കാരണം നമ്മൾ ചിന്തിക്കുന്ന റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. പിന്നെ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തേച്ച് മിനുക്കി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ വീക്കെൻഡിൽ ലിങ്ക്ഡിൻ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് അറിയാനൊരു ആഗ്രഹമുണ്ട്. സാറ്റർഡേ സൺഡേസിൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. Weekends are for family time, personal time. Take a break, go watch a movie, go for a drive. എന്തിനാ ലിങ്ക്ഡിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുന്നേ? But over to you, Ramshi. I personally am not very active on LinkedIn on weekends. പക്ഷേ ഈവനിങ് ബോറടിച്ചാലൊക്കെ നോക്കും. പക്ഷേ what I have observed is reach is comparatively low on Sundays especially. That's what I've observed. I think Shiju and Ashwati can also answer to this. എനിക്കും സെയിം ആണ്. ഞാൻ സാറ്റർഡേ സൺഡേ തുറക്കില്ല, എന്ത് വന്നാലും തുറക്കില്ല. ഞാൻ എൻഗേജ്മെന്റ് പോലും ചെയ്യാറില്ല സാറ്റർഡേ സൺഡേ. സാറ്റർഡേ പിന്നെയും കുറച്ചെങ്കിലും ചെയ്യും, സൺഡേ ഒട്ടും ചെയ്യില്ല. പിന്നെ എനിക്കും ഞാൻ പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് സാറ്റർഡേ സൺഡേ. കണ്ടന്റ് അത്രയ്ക്ക് നല്ലതാണെങ്കിൽ വർക്ക് ചെയ്യും, അല്ലാണ്ട് ജനറലി സൺഡേസ് നല്ല കുറവ് തന്നെയാണ്. അത്രേ ഉള്ളൂ. പിന്നെ സാറ്റർഡേ സൺഡേ റെസ്റ്റ് എടുക്കണം. ബാക്കി എല്ലാ ദിവസവും ഇടല്ലേ, അപ്പൊ സാറ്റർഡേ സൺഡേ റെസ്റ്റ് എടുക്കാം. Thank you. റംഷിന ആൻഡ് അശ്വതി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. പക്ഷേ ഐ വുഡ് ലവ് ടു ആഡ് വൺ മോർ തിങ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. UAE ആണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എങ്കിൽ സൺഡേ ദേ ആർ ആക്റ്റീവ്. ഇന്ത്യയിലെയാണോ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ദേ മൈറ്റ് നോട്ട് ബി ആക്റ്റീവ്. കാരണം ഇപ്പം റംഷിന പറഞ്ഞു, അശ്വതി പറഞ്ഞു, ദേ ആർ ടേക്കിംഗ് ബ്രേക്ക്. അവർ അവരുടെ ഫാമിലിയുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആൽഗറിതം എന്ന് പറഞ്ഞ സംഭവമില്ല. ഈ ആൽഗറിതം എന്ന് പറഞ്ഞാൽ ഈ 107 പേര് വീട്ടിൽ പോകണമല്ലോ, നമ്മളൊക്കെ തന്നെ ആൽഗറിതം.
ഞാൻ ഒരു കണ്ടന്റ് ഇട്ടു, ഇവിടെ ഇരിക്കുന്ന എന്റെ ഓഡിയൻസിനകത്ത് അത് കിട്ടി, അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് എൻഗേജ് ചെയ്തു. ദാറ്റ് ഇസ് ആൽഗരിതം. അതല്ലാതെ വേറെ ഒന്നും സ്പെസിഫിക്കലി ഡിസൈൻഡ് ഇല്ല. സൺഡേ ഈ സമയത്ത് പോസ്റ്റ് ചെയ്തില്ല, ഇതിന് റീച്ച് കൊടുക്കരുത്, അങ്ങനെയല്ല. ഇറ്റ് ഡിപ്പെൻസ് മോർ ഓൺ യുവർ ഓഡിയൻസ്. ഓക്കെ. Audience and also the content. So if the content connects with the audience, then the timing, Padara 12 maniyayalum, Natticha 12 maniyayalum, it works. Otherwise, it flops. Mithun, over to you. Hi, Excuse me, can I tell one point? ഷിജു പറഞ്ഞ പോലെ ഒക്കെ, മൈ നെയിം ഇസ് ആൻഡ്രൂ സാജു. ഒക്കെ വീക്കെൻഡിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് പറയാൻ വന്നതാ. ഞാൻ പറഞ്ഞോട്ടെ? Definitely. Yeah. Okay, so actually എനിക്ക് ഒരു ഹൈ ടിക്കറ്റ് ക്ലയന്റ് കിട്ടിയത്. Okay, basically I'm a communications coach. Okay, and as Shiju pointed out, okay, some people, okay, in UAE are active on the weekends. Okay, it all depends on how you are able to showcase yourself. Okay, for example, എനിക്ക് ഒരു ഹൈ ടിക്കറ്റ് ക്ലയന്റ് ത്രൂ ലിങ്ക്ഡിൻ കിട്ടിയത് on a weekend ആയിരുന്നു. And this was happening because I posted a content during the weekend. And it all depends on what is your client specific and where are they located. All these points come into factor. That's it. Thank you. Thank you, Andrew. Mithun, over to you. ഹായ്. കുറച്ച് ടൈം കൊണ്ടായിട്ടാണ് പോകുന്നത് എനിക്കറിയാം. എന്നാലും ഞാൻ വളരെ ഷോർട്ടായിട്ടൊരു 2 ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ആക്ച്വലി ജോയിൻ ചെയ്തത്. അത് റെപ്പിറ്റേറ്റീവ് ആയി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ഇവിടെ ചാറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക്ഡിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന റീച്ച് കിട്ടുന്നതിന് എന്തെങ്കിലും ടൈം ഉണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പ്ലസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ ഇറലവൻ്റ് ആയിരിക്കാം. നമ്മൾ കൂടുതൽ കണക്ഷൻസ്, ഇപ്പം ഞാനിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് സമ്മൺ നമ്മൾ കൂടുതൽ പേരെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. അല്ലല്ല, ഈ 2 ക്വസ്റ്റ്യനാ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ടൈം വെച്ചിട്ടാണോ നമുക്ക് കൂടുതൽ നമ്മുടെ പ്രൊഫൈലിന് റീച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ ഇംപ്രഷൻസ് കൂടുതൽ കിട്ടുന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. I think we just answered that in terms of the weekend. It's pretty similar during the week as well. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ കണക്ഷൻസ്, ഇപ്പം ഓരോരുത്തരെയും നമ്മൾ കണക്ട് ചെയ്യുമല്ലോ. ഇപ്പം ഞാൻ മാർക്കറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിംഗിന്റെ റിലേറ്റഡ് ഒത്തിരി കണക്ഷൻസ് എടുക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്നത് വഴി നമ്മുടെ പ്രൊഫൈലിനോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി റീച്ച് കിട്ടണം എന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ. ഷിജു? ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻസ്, എന്തിനാ നമുക്ക് കണക്ഷൻസിന്റെ ആവശ്യം? ആർ ദേ യുവർ ടാർഗറ്റ് ഓഡിയൻസ് ഓർ യു ജസ്റ്റ് വാണ്ട് ടു ഫോളോ ദ കണ്ടന്റ്? അവർ നിങ്ങളുടെ സർവീസ് എടുക്കണം എന്നാണോ? ബേസിക്കലി ഓക്കെ, ഞാനൊരു ജോബ് സീക്കർ എന്നൊരു ആംഗിളിലാണ് ഞാൻ നോക്കുന്നത് കേട്ടോ, മെയിൻ ആയിട്ട് ഇപ്പൊ ആസ് ഓഫ്. ഓക്കെ, ജോബ് സീക്കർ എന്ന ആംഗിൾ ആണെങ്കിൽ ഐ ടെൽ യു, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ജസ്റ്റ് ഫോളോ ദി HR, ഡോണ്ട് കണക്ട്. കാരണം ജോബ് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ HRs നമ്മുടെ അതിനകത്ത് വന്ന് ഒന്നും എൻഗേജ് ചെയ്യത്തില്ല. സോറി, നിങ്ങൾ HRs ഇവിടെ ഉണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ ജനറിക് ആയിട്ട് ഒന്ന് പറഞ്ഞതാ. ദേ ആർ നോട്ട് കമ്മിങ് ബാക്ക് ആൻഡ് എൻഗേജിങ് അസ്, റൈറ്റ്? നമ്മൾ ഇടുന്ന പോസ്റ്റ്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇടുന്ന പോസ്റ്റ് ഫസ്റ്റ് 1 hour, ദി മാക്സിമം എൻഗേജ്മെന്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇസ് ഫ്രം ദ ഫസ്റ്റ് ഡിഗ്രി കണക്ഷൻ. അതാണ് ഗോൾഡൻ അവർ. ആ ഗോൾഡൻ അവറിൽ ഫസ്റ്റ് ഡിഗ്രി കണക്ഷനകത്ത് എൻഗേജ്മെന്റ് കിട്ടിയാൽ മാത്രമേ സെക്കൻഡ് ഡിഗ്രിനകത്തോട്ടും സെക്കൻഡ് ഡിഗ്രിയിൽ നിന്ന് തേർഡ് ഡിഗ്രിയിലോട്ട് പോകത്തുള്ളൂ. പിന്നെ സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് കണക്ഷൻ റിക്വസ്റ്റിനകത്ത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ലിങ്ക്ഡിൻ ഇസ് പ്രൊവൈഡിങ് യു ലിമിറ്റ് ഓഫ് 30,000 കണക്ഷൻസ്. അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലേ, അല്ലെങ്കിൽ അവര് ആക്റ്റീവേ അല്ല, വർഷങ്ങളായിട്ട് അവർ തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. യു ജസ്റ്റ് ഫോളോ ദം. അവരെന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ കണ്ടാൽ പോരെ, ഫോളോ ദം, ജസ്റ്റ് ആഡ് കണക്ഷൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് റാൻഡം ആയിട്ട് എനിക്ക് കണക്ഷൻ റിക്വസ്റ്റ് വരാറുണ്ടെങ്കിലും ഞാൻ എല്ലാവരും കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഐ എം സോറി, ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദ റീസൺ ഇസ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യില്ല, നിങ്ങളും എനിക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്തില്ല. എനിക്ക് കാണിക്കാൻ വേണ്ടി 20,000 30,000 ഫോളോവേഴ്സ് എന്റെ കയ്യിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വെക്കാൻ പറ്റും. ദാറ്റ്സ് ഓഫ് നോ യൂസ്. സോ വാട്ട് ഐ ഫോളോ ഇസ് ലൈക്ക്, എനിക്ക് വരുന്ന കണക്ഷൻ റിക്വസ്റ്റ് എന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആണോ, ഹൗ ഫ്രീക്വന്റ്ലി ദേ പോസ്റ്റ്, ആൻഡ് അവർ കമന്റ്, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ദേ കമന്റഡ്. കാരണം എൻഗേജ്മെന്റ് സ്ട്രാറ്റജി ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല.
യാസ്മിൻ അലിക്ക് പോലുള്ള ക്രിയേറ്റേഴ്സിനകത്ത് 1500 ലൈക്സ് വരുന്നത്. നോബഡി ഇസ് ഗോയിങ് ടു സിറ്റ് ആൻഡ് സെർച്ച് ആരായിരുന്നു ഈ 1500 പേര് ലൈക്ക് അടിച്ചത്. 10 പേര് കമന്റ് ചെയ്തിട്ടുണ്ടോ? ആ 10 പേരുടെ മുന്നിൽ യു ആർ എ തോട്ട് ലീഡർ ഇഫ് യു ആർ കമന്റിങ്. അവിടെയാണ് നിങ്ങൾക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. സോ കണ്ടന്റ് ആൻഡ് കമന്റ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ഓൺ എൻഗേജിങ് ആൻഡ് വൈൽ ആഡിങ് കണക്ഷൻസ് പ്ലീസ് തിങ്ക് ഇൻ മൈൻഡ് ലൈക്ക് എന്ത് വാല്യൂ ആണ് അവർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ലോങ് ടേമിൽ അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റംഷിന, അശ്വതി എന്തെങ്കിലും? താങ്ക് യു. വെൽക്കം. True. I've had the habit of accepting all the connections first. കാരണം എനിക്ക് അവരെന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ എനിക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചതില്ല. ഐ വുഡ് ആക്സെപ്റ്റ് എവറി വൺ. എൻ്റെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ എൻഗേജ് ചെയ്യൂല. വി ആർ നോട്ട് പ്രൊവൈഡിങ് എനി വാല്യൂ. ആൻഡ് പിന്നെ ആദ്യത്തെ ഒരു ഇതെന്തായിരുന്നു വെച്ചാൽ മേ ബി ദേ കൻ റെഫർ മീ ടു someone. In order for them to refer me, they should see my post or they should at least remember me or engage me. ഇതൊന്നും നടക്കൂല. കാരണം നമ്മൾ ആദ്യം ഫീഡിൽ കാണുന്ന ഒരു 10-20 പേരെ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ്സ് ആണ് എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഓൺലി ഇൻ ദ കമ്മിങ് ഡേയ്സ് യു വിൽ ഗെറ്റ് ദ റെക്കമെൻഡേഷൻസ് ഏതൊക്കെ കണ്ടന്റ് വരുന്നത്. സോ ഇറ്റ്സ് വൈസർ ടു അവോയ്ഡ് ദാറ്റ്. നമ്മളെ കണക്ഷൻ റിക്വസ്റ്റ് ഇഗ്നോർ ചെയ്താലും ദേ വിൽ ബി ഇൻ യുവർ ഫോളോയിങ് ലിസ്റ്റ്. സോ ഇറ്റ് ഡസൻ റിയലി മാറ്റർ. പിന്നെ ഇപ്പൊ ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് നോക്കുന്നെങ്കിൽ HRസിന് അത്ര ആയിരക്കണക്കിന് റെസ്യൂമി വരുന്നുണ്ടാവും. സോ ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട് ഫോർ ദം ടു ലൈക്ക് ഫിൽട്ടർ ഔട്ട് ആൻഡ് സീ. അതിലും ഏറ്റവും ബ്രേവർ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ യു ബിൽഡ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ പേര് റിമെമ്പർ ചെയ്യുന്ന രീതി. ഇപ്പൊ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഷെയർ യുവർ തോട്ട്സ്. ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ ഫീൽഡിലെ സക്സസ് സ്റ്റോറീസ്, വാട്ട് ഇസ് യുവർ ഇൻപുട്ട് ടുവേർഡ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിസൈനർ ആണ്, ഞാൻ എങ്ങനെ ചെയ്യും എന്ന് കാണിക്കുക. ഇതിങ്ങനെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. എനിത്തിങ് യു ക്യാൻ ആഡ് വാല്യൂ. അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എന്നിട്ട് ഈ ഡിസിഷൻ മേക്കേഴ്സിന്റെ അടുത്ത് മെസ്സേജ് അയക്കുക, കണക്ട് ചെയ്യാൻ നോക്കുക. കാരണം അത്ര ആയിരക്കണക്കിന് റിക്വസ്റ്റ് അവിടെ വരുന്നതിനേക്കാളും ഇവിടെ ഒരു പ്രൊഫൈൽ അവർക്ക് അത്ര ഇംപ്രസ് ആയിട്ട് തോന്നായി കഴിഞ്ഞാൽ അവരത് HR ഷെയർ ചെയ്തിട്ട് പറയും പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ് എന്നുള്ളത്. സോ യു പ്ലേ ദ യൂണിവേഴ്സ്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈമിങ്, ഇത് ഞാനും പഠിച്ചതാണ്. കാരണം കൂടുതൽ ആൾക്കാരും ആക്റ്റീവായിട്ട് ഉണ്ടാവാം മോർണിംഗ്. ഷിജു ഓൺലി ടോൾഡ് us like 8 to 10 ആ ഒരു ടൈമാണ് നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന ടൈമാണ് ഫോൺ നോക്കുക. ഒബ്വിയസ്ലി ഒരു കോമൺ സെൻസ് ഇൻ ഇന്ത്യ അതായിരിക്കും ആൾക്കാർ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യുന്ന ഒരു ടൈം. ദെൻ ഇൻ ദ ഈവനിങ് ആഫ്റ്റർ വർക്ക് അവേഴ്സ്, after 4 and 6 to 8 is the time that you can post. Actually, you should add something to it because out of the 3 of us, maximum engagements kitna post is yours. So which timing exactly works for you? ഓണസ്റ്റ്ലി ഞാൻ എല്ലാ ഓഡ് ടൈമിങ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി 12 മണിക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട്, നട്ടുച്ചയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, വൈകിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഞാൻ രാവിലെയാണ് ഇടുന്നത്. അതിന് മുന്നേ ഒരു 2 months 3 months അടുപ്പിച്ച് ഞാൻ വൈകിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതിന് മുന്നേ ഞാൻ രാവിലെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആൻഡ് എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത് രാവിലത്തെ പോസ്റ്റുകൾക്ക് കുറച്ചുകൂടെ എൻഗേജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ സ്ഥിരമായിട്ട് എൻഗേജ് ചെയ്യുന്നത് നമ്മുടെ പിയേഴ്സ് ആണെങ്കിൽ പോലും, നമ്മുടെ ICPs ആണെങ്കിൽ പോലും നല്ല പോലെ ആക്റ്റീവ് ആയിട്ടുള്ളത് രാവിലെ തന്നെയാണ്. വൈകിട്ട് ആണെങ്കിൽ ഒരു 4 to 5 എന്നുള്ള ഒരു ടൈം, അല്ലെങ്കിൽ 4 to 6 ആ ഒരു ടൈം പിന്നെയും എൻഗേജ്മെന്റ് ഉണ്ട്. അതിന് മുന്നേയും അതിനുശേഷം എൻഗേജ്മെന്റ് കുറവാണ്. അതാണ് ടൈമിങ്ങിന്റെ. പിന്നെ ഉച്ചയ്ക്ക് ഒന്നും വലുതായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാറില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാർഗറ്റ് ഓഡിയൻസിന്റെ ടൈം ഇപ്പം നമ്മൾ ടൈം സോൺസും കൂടെ നോക്കണം. നമ്മളിപ്പം US ക്ലയൻസിനാണ് നോക്കുന്നതെങ്കിൽ അവർ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം ഏതാണ്, ആ ടൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ആ ടൈം ചിലപ്പോൾ ഇന്ത്യൻ ടൈമിൽ ഇന്ത്യയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവൂല. ബട്ട് എന്നാലും നമ്മൾ അവിടെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈം ചൂസ് ചെയ്യാം. പിന്നെ കണക്ഷൻസിന്റെ കാര്യം പറയുന്നതാണെങ്കിലും എനിക്ക് വരുന്ന കണക്ഷൻസ് ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഓരോ കണക്ഷൻസും ഞാൻ എടുത്തു നോക്കും. ഇവരുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്യും. എന്താണ് പ്രൊഫൈല്, ഒന്നുകിൽ എൻ്റെ ICP ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ പിയർ ആയിരിക്കണം, സെയിം സർവീസ് കൊടുക്കുന്ന ആളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ രണ്ടും ആയിരിക്കില്ല, ബട്ട് ആളുടെ നെറ്റ്വർക്കിലുള്ള ആർക്കെങ്കിലും എൻ്റെ സർവീസ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ 18,000 ഫോളോവേഴ്സ് ഉണ്ട്, ബട്ട് എനിക്ക് 2,000 കണക്ഷൻസേ ഉള്ളൂ. എല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ ആൽഗോരിതം ചേഞ്ച് ആവും. നമ്മൾ കഷ്ടപ്പെട്ടിടുന്ന പോസ്റ്റുകൾ എൻഗേജ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. എല്ലാ എഫേർട്സും വേസ്റ്റ് ആവുള്ളൂ. അതാണ്. Okay, you guys, 9:30 കഴിഞ്ഞു. We are all tired. എൻ്റെ ലാപ്ടോപ്പിന്റെ ബാറ്ററിയും കഴിയാറായി, എൻ്റെ ബാറ്ററിയും കഴിയാറായി. So thank you so much, Ramshi, Shiju, Ashwati, and everyone. എനിക്ക് തോന്നുന്നു we crossed Thank you. 180 or something in the audience at a point in time. Thank you so much for attending the session and for making this lively. ഇവിടെ if you are not in the LinkedIn WhatsApp groups yet, 2 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ രണ്ടിലും ഇല്ലെങ്കിൽ please join us. We have more sessions like these coming up. We have a lot of things planned, both online and offline. ദുബായിൽ ഒരു ഓഫ്ലൈൻ മീറ്റപ്പ് വരുന്നുണ്ട്. കേരളത്തിലും ഞങ്ങളൊരു ഓഫ്ലൈൻ മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡു കം ഇൻ ടു ദി വാട്സാപ്പ് ഗ്രൂപ്പ്സ്. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതെ 2-3 വിട്ടുപോയിട്ടുണ്ട്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അത് നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റീസിൽ ചോദിച്ചിട്ട് യു ക്യാൻ ടാഗ് these 3 very talented people and they'll be more than happy to help you, or you can reach out to them on their LinkedIn or Instagram profile. Okay, Apo, thank you once again. Good night and enjoy the rest of your evening. Take care. Thank you. Thank you. Good night. Night.